നമസ്കാരം ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം ബിച്ചുകുട്ട ചേട്ടാ, ഷാജോൻ ചേട്ടാ, നസീറിക്ക. എന്തെല്ലാം വിശേഷം? സുഖമല്ലേ? സുഖാണ്. ആവോളം ചിരിച്ചാലോ? പിന്നെ ചിരിക്കാൻ തുടങ്ങിയേക്കാം. വിളിക്കൂ. നമ്മള് ആൾക്കാരെ വിളിക്കുന്നതിന് മുമ്പ് നമ്മുടെ കുറച്ച് അതിഥികൾ വന്നിട്ടുണ്ട്. അതായത് പിന്നെ നമ്മുടെ കോട്ടയം അയമനത്തു നിന്നുള്ളവരാണ്. ആശാവർക്ക് ചേച്ചിമാരും കുടുംബശ്രീ ചേച്ചിമാരുമാണ്. ഇവിടെ 2 ചേട്ടന്മാരുണ്ട്, മക്കളുണ്ട്. സ്വാഗതം. എന്നാ പിന്നെ ആദ്യത്തെ സ്കിറ്റ് ഞാൻ ഇങ്ങോട്ട് കീച്ചട്ടെ. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ ടീം പ്ലസ്. വിളിക്കട്ടെ? വിളിക്കേ. ശ്യാം, ശംഭു, സെൽവൻ. ഇത് ഐറ്റം വേറെ. കാലം കാത്തു വെച്ച സംരാരകനെ രാവിലെ കട തുറന്നില്ല. നിന്നെ കാണണമെന്നും പറഞ്ഞു തന്നെയാണ് സോമ ഞാൻ വന്നത്. പ്രാർത്ഥന മാത്രമല്ല, നീ ഇന്നലെ പാന്റ് എന്നും പറഞ്ഞ് എനിക്ക് എന്താണ് തച്ചു തന്നത്? സോമൻ പാന്റ് വെച്ചാൽ അത് പാന്റാണ്. ഏത് പാന്റിനാടാ സോമ 3 കാലുള്ളത്? ഏത് പാന്റിന്? അല്ല, ഇതിപ്പോഴത്തെ ട്രെൻഡാണ്. എന്തോ ഈ പാന്റിന്റെ പേര് തന്നെ മുക്കാപ്പുലെന്നാണ്. സോമ, നിനക്കൊരു കയ്യബദ്ധം പറ്റിയിട്ട് പാപം പിടിച്ച റഹ്മാന്റെ തലയെ കൊണ്ട് വെക്കരുതേ നീ. എന്നിട്ട് വേണം തമിഴ്നാട്ടിലെ ആൾക്കാരെല്ലാം കൂടെ നിനക്ക് കൂട്ട പ്രാർത്ഥന ചെയ്യാൻ. അല്ല പാസ്റ്റർ ഇവിടെ എവിടെ വീണൊടിയുന്നു അവിടെ പ്ലാസ്റ്റർ. ഇവിടെ കിടന്ന് അലക്കാ. നീ ആ ജംഗ്ഷനിൽ പോയി കിടന്ന് അലയടേ. അവിടെ പോയി പ്രാർത്ഥിക്കാൻ പറ്റൂല. അവിടെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലോട്ടറി കച്ചവടക്കാരും തൈലക്കടക്കാരും എല്ലാം ഒരു ഭയങ്കര പ്രശ്നമുണ്ട്. അവരുടെ ആ കച്ചവടത്തിനിടയിൽ എന്റെ പ്രാർത്ഥന മുങ്ങിപ്പോവും. അയ്യോ, അതങ്ങനെ മനസ്സിലായില്ല. ഞാനിപ്പോ അവിടെ ചെന്നിട്ട് പ്രാർത്ഥിക്കും. കാലം കാത്തുവെച്ച സംരാരകനെ എന്ന് പറയുമ്പം ലോട്ടറി കച്ചവടക്കാർക്ക് തുടങ്ങും. കേരള സൗഭാഗ്യ ഭാഗ്യക്കുറികൾ നാളെയാണ്. അപ്പൊ തൈലക്കടക്കാരൻ തുടങ്ങും. പാദത്തിന് ആവി കൊടുക്കണ്ട, ചൂട് കൊടുക്കണ്ട, വളരെ മനോഹരമാണ്. എല്ലാത്തിന്റെ ഇടയിൽ എന്റെ പ്രാർത്ഥന അങ്ങ് മുങ്ങും. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ നിറയ്ക്കുന്നില്ല. വല്ല പണിക്ക് പോടാ ഇറക്കാം. എന്നിട്ട് 10 പൈസ ഉണ്ടാക്കാൻ നോക്ക്. പണിക്ക് പോയി പണമുണ്ടാക്കിയ യൂസഫ് അലി, നോക്ക്, നിങ്ങളെ ലുലു മാളിന്റെ ഒരു ഓട് പൊളിഞ്ഞിരിക്കണം. ഉച്ചിയിൽ വീണ എപ്പോഴാണെന്ന് നോക്കണം. നന്നാക്കാൻ വേണ്ടി കിടക്കുന്നത്. എന്റെ കാര്യം എനിക്ക് നോക്കാറില്ല, നീ നിന്റെ കാര്യം നോക്കാൻ പോടെ. കാര്യമൊക്കെ നോക്കാം. ഇതിന്റെ ഒരു സംഭവം നടക്കാൻ പോവാ. സംഭവം 2 ആഴ്ചക്ക് മുമ്പ് നമ്മളെ ഗുണ്ട സാബു ഇല്ലേ, നമ്മളെ മനോജിനെ ഇവിടെ അടിച്ചില്ലേ? നീയല്ലേ പോലീസിന്റെ അടുത്ത് സാക്ഷി പറഞ്ഞത്? ഞാൻ തന്നെയാണ് സാക്ഷി പറഞ്ഞത്. അതിനെന്ത്? സാബു വരുന്നുണ്ട്. പിന്നെ സാബു വരുന്നു. ദൈവമേ, ഒരുവൻ മുതലാളി, ഉലകിൽ മറ്റവൻ തൊഴിലാളി, വിധിയിൽ നിൽപ്പവനെ മാളി, വിരുന്ന് കൊടുത്തവൻ അറുവാളി. ആരാ മനസ്സിലായില്ല? ഇവിടെ പാസ്റ്റർ. ഇവിടെ എങ്ങും അങ്ങനെ കണ്ടിട്ടില്ല. പാരീസിലായിരുന്നു. ഓ, നിങ്ങളാണല്ലേ പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പാരീസിലായിരുന്നു. സോമോ സോമ, അന്തരീക്ഷത്തിട്ട് ഷർട്ട് അടിക്കുന്നതിന് എങ്ങനെയാണ് റേറ്റ്? അയ്യോ, നീ പോലീസില് എനിക്കെതിരെ ദൃക്സാക്ഷി പറയുമല്ലടാ? ദൃക്സാക്ഷിയാ? പോലീസില് നീ എനിക്കെതിരെ ദൃക്സാക്ഷി പറയുമല്ലടാ? ദൃക്സാക്ഷിയല്ല, ദൃക്സാക്ഷി. കഷ്ടത്തിന്റെ ക്ഷ. ആരെ കഷ്ടത്തിന്റെ ക്ഷ? അങ്ങനെയൊന്നുമില്ല, എല്ലാവരുടെയും കഷ്ടത്തിന്റെ ക്ഷ. കാര്യം അറിയാതെ നീ സാക്ഷി പറയാൻ നിൽക്കുക. സംഭവം നീ മനസ്സിലാക്കണം. മനോജിന് ഞാൻ തല്ലിയ കാരണം നീ മനസ്സിലാക്കണം. മനസാക്ഷിയുടെ ഞാൻ കണ്ടത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൊച്ചിന്റെ വണ്ടിയുടെ ഫ്രണ്ട് വീല് ഈ മനോജ് അടിച്ചോണ്ട് പോയി. അയ്യോ, അത് ഞാൻ അറിഞ്ഞോ? കർമ്മസാക്ഷിയുടെ പിറകു വശത്തെ വീല് 2ാമത് വന്ന് അടിച്ചോണ്ട് പോയി. നീ അറിഞ്ഞോ? ഞാൻ അറിഞ്ഞില്ല. അതൊക്കെ പോട്ട്, ഇത് ഏത് വണ്ടി? നമ്മുടെ പുതിയൊരു മറ്റേ മുട്ടായി ഉണ്ടല്ലോ, കുണ്ട്ര ജോയി, അങ്ങനെ എന്തോ മുട്ടായി. അതിന്റെ കൂടെ കിട്ടുന്ന ബുള്ളറ്റ് ഇല്ലേ, പച്ച ബുള്ളറ്റ്. ഈ ബുള്ളറ്റിന്റെ 2 വീലായി മനോജ് കൊണ്ടുപോയി. അവനെ തല്ലണ്ട ഞാൻ. അല്ല, ഞാനിതൊന്നും അറിഞ്ഞില്ല സംഭവം. സാക്ഷിയുടെ ക്ഷമേ
എന്ന് പറയുന്ന സാധനത്തില് ക്ഷമ എന്ന് പറയുന്ന സാധനത്തില് ഷാ ഉള്ളോണ്ടാണ് ഇത്രയും നാള് ക്ഷമിച്ചത്. ഒരു കാര്യം പറയുമ്പോ ഷാ ഷാ ഷാ. എടാ, നിനക്ക് അറിയില്ല സാബുവിനെ, നിനക്ക് സാബുവിനെ അറിയില്ല. നിനക്ക് അതെന്തൊരു സംസാരം സാബു സംസാരിക്കുന്നത്? എന്താ? എനിക്ക് സാബുവിനെ അറിയാം. സാബുവിന്റെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ട്. സാബുവിന്റെ വീടിന്റെ ഫ്രണ്ടിൽ വലിയ 2 പ്ലാവ് ഇരിപ്പുണ്ട്. ഓരാങ്കിൽ നിങ്ങളെ ബാത്റൂമിൽ മെമ്പറെ ഫ്ലെക്സ് ഇരിപ്പുണ്ട്. അങ്ങനെ അല്ലെന്ന് സാബുവിന്റെ സ്വഭാവം നിനക്ക് നിന്നെ കാരണം നാണക്കേട് കൊണ്ട് ഞാൻ ബോംബെ വരെ പോയി. അറിയാം? ബോംബെ വരെ. ബോംബെയിൽ എവിടാ? ബോംബെയില് ഞാൻ മഞ്ചേരി. മഞ്ചേരി എന്ന് പറഞ്ഞാൽ മലപ്പുറത്തല്ലേ? അന്തേരി. അന്തേരി എന്ന് പറഞ്ഞാൽ ബോംബെയിലല്ലേ? ബോംബെയിൽ എവിടാ? ഉള്ളേരി. ഉള്ളേരി എന്ന് പറഞ്ഞാൽ കോഴിക്കോടല്ലേ? കോഴിക്കോട് എവിടാ? നീ കുറെ സ്ഥലങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിട്ട് എന്റെ തോളി ഒന്നും കയറില്ല. നീ അങ്ങോട്ടാ പോ. ഉള്ളേരി എവിടെ, അവിടെ എവിടെ എന്ന് പറഞ്ഞു വെച്ചിട്ട് എന്റെ കൊച്ചിനെ ഇപ്പൊ സ്കൂളിൽ അറിയപ്പെടുന്നത് എന്താണെന്നറിയോ? ഗുണ്ടയുടെ മകൻ എന്നാണ് പറയുന്നത്. നിന്നാളെ സോമ ഞാൻ കേറ്റുമെന്ന് പറഞ്ഞാൽ സോമ ഞാൻ കേറ്റും. സാബുവേ, നീ കേസ് പിൻവലിക്കണം സോമ. സാക്ഷി പറഞ്ഞത് പിൻവലിക്കണം സോമ. സാബുവേ, പിൻവലിക്ക് സോമ. സാബുവേ, അച്ഛൻ എങ്ങനെ ഉണ്ടടാ? ശ്വാസം മുട്ടലുണ്ടായിരുന്നു. ഭയങ്കര വലുവൊക്കെ ആയിരുന്നു. രാത്രി ആയപ്പോഴേ ഈ ബീഡി വലിയാണ്. കൊച്ചിയിലുള്ള ബീഡി വലിയല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. രാത്രി ആയപ്പോ നേരെ വണ്ടി വിളിച്ച് ഞാനിലെടുത്തോണ്ട് പോയത്. അങ്ങനെ വിഷയമായിരുന്നു. അമ്മ പറഞ്ഞായിരുന്നു മുട്ടിന് വേദന എന്ന് പറഞ്ഞാൽ സാബുവിന്. ഓ, ഈ വലിയ വെച്ചോണ്ട് ഇങ്ങനെ പോയി കള്ളു കുടിച്ചിട്ട് വരും. അപ്പൊ അമ്മ എടുത്തിട്ട് ഇടിക്കും. മുട്ടിനല്ലേ ഇടിക്കുന്നത്, അതിന്റെ വേദന അമ്മയ്ക്കുണ്ട്. അങ്ങനെ എന്റെ അനിയന്റെ കല്യാണം നേരത്തെ നടത്തണം. കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രായ ഒത്തിരി ആയില്ല ചെറുക്കനെ. നമ്മളിപ്പോ വിചാരിക്കുന്ന കണക്കല്ല, കല്യാണ സമയത്ത് നടക്കണ്ടേ. പിന്നെ ആളും പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. 35 വയസ്സ് കഴിഞ്ഞവനെ എപ്പോഴേ നടത്തേണ്ട കാര്യങ്ങളുണ്ട്. എന്റെ കുടുംബ പുരാണം മൊത്തം കേട്ടോ. ഇവിടെ ഒരു കത്തി ഇരിക്കുന്നുണ്ട്, ഇരിപ്പുണ്ട് കേട്ടോ. സമയം കിട്ടുമ്പോ എടുത്ത് കുത്തിയിട്ട് എന്നെ ഒന്ന് വിളിക്കണേ. ക്ഷമ വേണം നമുക്ക്. ക്ഷമ ഒരു സാരോപദേശം ഞാൻ പറഞ്ഞു തരാം. ക്ഷമ ഒരു ഇടുങ്ങിയ പാലം. ആ പാലത്തിലൂടെ ഒരു വണ്ടിക്ക് മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ. അതിൽ ഒരു വശത്ത് സോമന്റെ കാർ, മറുവശത്ത് സാബുവിന്റെ കാർ. അപ്പൊ 2 കാറുകളും ഇങ്ങനെ കേറി മുട്ടി വന്നാൽ ഇടുങ്ങിയ പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ പോകും? അവിടെയാണ് ക്ഷമ. ക്ഷമ ക്ഷമ. സാബുദ്ദീനം സാബുവിന്റെ കാർ പുറകോട്ടെടുത്തൊരു സൈഡിൽ മാറ്റിയിട്ടേക്കണം. അതാണ് ക്ഷമ. ഞാൻ ക്ഷമിച്ച് എന്റെ വണ്ടി മാറ്റിയിട്ടേക്കണം. ഇതേ ക്ഷമ തന്നെ അവനും ഉണ്ടെങ്കിൽ അവനും വണ്ടി അവിടെ ഒതുക്കിയിട്ടേക്കൂലേ. രണ്ടുപേരും 2 സൈഡ് കിടക്കൂലേ. ഇത് അങ്ങനെ കിടക്കാനാണ്. ഇതാണ് ഉപദേശം. ഉപദേശം. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്നെ ഒന്നും ചെയ്യരുത്. എനിക്ക് ആകെ ഈ തൊഴിൽ മാത്രം ചെയ്ത് ജീവിക്കുന്നവരാണ് ഞാൻ. നിനക്ക് ഈ തൊഴിൽ മാത്രമല്ല, നിനക്ക് നല്ലതുപോലെ തടിപ്പണി അറിയാമെന്ന് ഞാൻ പറയും. അയ്യോ, എനിക്ക് നല്ലതുപോലെ എവര് തടിപ്പണി അറിയാം. ബാബു, സോമന് തടിപ്പണി അറിയത്തില്ല. ഞാൻ പറയും തടിപ്പണി അറിയാം അറിയാം അറിയാം. സോമന് തടിപ്പണി അറിയുന്നു. നിങ്ങളൊക്കെ അങ്ങനെ അറിയാം? സുമയുടെ ബ്ലൗസ് കണ്ടിട്ടുണ്ടോ? കിടിലോ ഒരു ജനലാണ് പിഴകിൽ പണിഞ്ഞു വെച്ചേക്കുന്നവൻ. അതിന്റെ വാതിലിടാ മാപ്പിള കിടന്ന് ഓടുന്നവളാ. അപ്പൊ ഇവന് അറിഞ്ഞൂടെ പണി. ദൈവത്തിന്റെ കോപം കുഞ്ഞിന് കയറിയിരിക്കുന്നു. അതാണ് പ്രാർത്ഥിച്ച് മാറ്റിയാൽ അത് മാറും. കേസ് പിൻവലിക്കാൻ പറ. ദൈവമേ, ഈ കുഞ്ഞിന്റെ ദേഹത്ത് കൂടിയ സാത്താനെ നീ പുറത്ത് കളഞ്ഞ മണ്ണിലേക്ക്, ദൈവത്തിന്റെ മണ്ണിലേക്ക് കാക്കപ്പിടിയാ കളഞ്ഞിട്ട് പോടാ. അവ ആരും ഇത് വിൽക്കും വല്ല മരിച്ചു വെച്ചോണ്ടിരിക്കുന്നവൻ. ഈ കിടക്കുന്ന കല്ലെടുത്ത് നിന്റെ മിഷൻ ഇടിച്ചു പൊട്ടിക്കാൻ പോകുന്നു. സാബുവായത് പറയുന്നത് ഇതാണ് സത്യം. ഒരു നാൾ മറ നീക്കി പുറത്തു വരും. സോമു, നീ ഒരു തയ്യലും കൂടെ തയ്ക്കണം. എനിക്ക് പിടിപ്പത് പണി ഇവിടെ നിങ്ങൾ പോയത്. അതിലടാ ഇവിടെ ഒന്ന് തച്ച് തരണോന്ന്. അയ്യേ, ഇത് എന്തൊരു ചെയ്യേ? അയ്യടാ നോക്കിക്കാ. എന്താടാ പൂക്കളോ? പൂക്കളമാണോ? പൂക്കളം എന്ന് വെച്ചാൽ രാവിലെ പെണ്ണും പിള്ളയ്ക്ക് തൊഴിലുറപ്പിന് പോകണം. എനിക്ക് എന്റേതായ ജോലിയുണ്ട്. കൊച്ചുങ്ങൾക്ക് സ്കൂളിൽ പോകണം. തിരക്ക് പിടിച്ച ജീവിതം സംഭവിക്കാം. ഇതാണ് പറയുന്നത് വാളെടുത്തവർ നിക്കറാൽ.
മര്യാദയ്ക്ക് കേസ് പിൻവലിക്കണം. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സിൽ ഇപ്പൊ എന്തോ ഒരു നിഗൂഢ വാശിയിരിക്കുകയാണ്. എന്ത് വാശിയിരിക്കുന്നു? ഞാൻ മാറ്റിത്തരാം. ഒരു സാരോപദേശം കൂടി നിങ്ങൾക്ക് തരാം. ഒരു മരുഭൂമിയിലൂടെ കുറെ ജൂതന്മാർ ഇങ്ങനെ പോവുകയാണ്. പിന്നെ ഒരു കാര്യം, ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും കൂടി എനിക്ക് ഒരു 500 രൂപ തരണം ഈ സാരോപദേശത്തിന്. 500 രൂപ. അങ്ങനെ കുറെ ജൂതന്മാർ ഇങ്ങനെ മരുഭൂമിയിലൂടെ ഇങ്ങനെ വിശന്ന് വലഞ്ഞു പോകുമ്പോൾ അവരെന്ത് കഴിക്കും? എങ്ങനെ? കുറെ ജൂതന്മാർ മരുഭൂമിയിലൂടെ ഇങ്ങനെ വിശന്ന് വലഞ്ഞു പോകുമ്പോൾ അവരെന്ത് കഴിക്കും? നിനക്ക് 500 രൂപയ്ക്ക് വല്ലതും മേടിച്ചിട്ടുണ്ടെങ്കിൽ നീ പോയി മേടിച്ചിട്ടാ പോയി ജൂതന്മാർ തലയെ കൊണ്ടുപോയി. ആവശ്യമില്ലാതെ 500 രൂപ നമ്മൾ തരേണ്ട കാര്യം എന്തെന്ന്? ജൂതന്മാർ മര്യാദക്ക് നീ കേസ് പിൻവലിക്കണം. ഞാൻ പിൻവലിക്കാം. പിൻവലിക്കുന്ന മുമ്പ് എനിക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് കണ്ടീഷൻ? ഈ കുരുക്കുന്ന എനിക്ക് രക്ഷപ്പെടണ്ടേ? രക്ഷപ്പെടണം, മനുഷ്യൻ രക്ഷപ്പെടണം. ഏത് കാലഘട്ടത്തിൽ നിന്നും മനുഷ്യൻ രക്ഷപ്പെടണം. കണ്ടീഷൻ പറ. കണ്ടീഷൻ പറയാം. ഇനി എന്നെ ഉപദ്രവിക്കാൻ വരരുത്. അത് എഴുതി എനിക്ക് ഒപ്പിട്ട് തരണം. ഇതെല്ലാം കേസിന് ഒത്തുനിർത്താം. അക്കമ്മ പാക്കിയ അക്കമ്മ ഇത് ദൈവത്തിന്റെ പത്രമാണ്. ഒരു കാര്യം കണ്ടീഷൻ എന്താ? അതായത് എന്റെ കടയുടെ മുമ്പ് ഇനി ആരെയും കൊണ്ടും തല്ലരുത്. ആരെയും കൊണ്ടുവന്നു ഞാൻ തല്ലത്തില്ല. അതുപോലെ എന്നെ ശല്യം ചെയ്യത്തില്ല. അപ്പൊ നമ്മൾ തങ്ങൾ ഒരു പ്രശ്നമില്ല. ഡീലല്ലേ? ഞാൻ ഡീലാണ്. ഓക്കെ സംഭവം. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നമ്മൾ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു പ്രശ്നം. അപ്പൊ ഓക്കെ സമയം കിട്ടുമ്പോഴേ അതങ്ങ് പൊക്കി മാറ്റിക്കും. അയ്യോ അതെ, അത് മോശമല്ലേ? ഒരു പാവപ്പെട്ട ഒരു ബ്രദർ, അത് മോശമല്ല. ഒരു വലിയ കയ്യടി വേണം. ഗംഭീര ഐറ്റമായിരുന്നു. അയമനങ്കാരുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവരാണ് ത്രൂ ഔട്ട് ചിരിച്ച് കൈയടിച്ചത്. സ്കിറ്റ് കഴിഞ്ഞിട്ട് അവർ ആലോചിച്ചിരിക്കുമായിരുന്നു. വിജുക്കുട്ടൻ ചേട്ടാ, ഗംഭീര സ്കിറ്റ് ആയിരുന്നു കേട്ടോ. അടിപൊളി. അങ്ങോട്ടും 3 പേരും കൂടി മത്സരിക്കുമ്പോഴാണ് സ്കിറ്റ് ഉഗ്രനാണ്. നിങ്ങൾ 3 പേരും മത്സരിച്ചിട്ടാ ഗംഭീരം. 3 പേരുടെ ക്യാരക്ടർ നല്ല ഗ്രാൻഡായിട്ട് ചെയ്ത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞുകൊണ്ട് ശംഭുവിൻ്റെ ക്യാരക്ടർ അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ. അത് എൻ്റെ പൊന്നളിയാ. അതുപോലെ തന്നെ നമ്മുടെ ശ്യാമിൻ്റെ തയ്യലി ഉഗ്രൻ. കുറേ തമാശകൾ ആദ്യം മുതൽ അവസാനം വരെ തമാശകളുണ്ടായിരുന്നു. ഒരിക്കലും ഈ പാസ്റ്ററിനെ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വിടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അയ്യോ അത് ഭയങ്കര ഒറിജിനാലിറ്റി ആയിരുന്നു കേട്ടോ അത്. കാരണം അതിൻ്റെ ആ വീപ്പയും അതുപോലെ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങാന്ന് പറഞ്ഞാൽ എടുക്കുമ്പോഴുള്ള ശബ്ദത്തിൻ്റെ വ്യതിയാനവും കാര്യങ്ങളും എല്ലാം കറക്റ്റായിരുന്നു. അടിപൊളി സാധനമാണ് ആദ്യം മുതൽ അവസാനം വരെ. അടിപൊളി എന്ന് വെച്ചാൽ സൂപ്പർ. ഓൾ ദ ബെസ്റ്റ്. ചേട്ടാ, ഉഗ്ര സ്കിറ്റായിരുന്നു. ഉഗ്ര സ്കിറ്റ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ത്രെഡ് നിങ്ങളുടെ 3 പേരുടെയും പെർഫോമൻസ് കൊണ്ട് നിങ്ങൾ ഞെട്ടിച്ച് കളഞ്ഞു എന്ന് വേണം പറയാൻ. 3 പേര് ഉഗ്രനായിരുന്നു. സെൽവൻ്റെതായ ശൈലി കൊണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങൾ മതി. ഞാൻ ഒരുപാട് ചിരിക്കുന്നതാണ് സെൽവൻ്റെ തമാശ. അത് ഇന്നും കുറേ ഞാൻ പേഴ്സണലി കുറേ ചിരിച്ച കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ശ്യാം ആണെന്നുണ്ടെങ്കിൽ ശ്യാമിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ശ്യാം ചെയ്തു. മറ്റേ ബിഗ് പറഞ്ഞു പോകുന്ന ഏരിയ അതൊക്കെ നന്നായിരുന്നു. പിന്നെ ബിജുക്കുട്ടൻ പറഞ്ഞില്ല തയ്ക്കുന്ന ഏരിയയും പിന്നെ കുറേ നല്ല തമാശകളൊക്കെ ഉണ്ടായിരുന്നു. ശംഭു ഉഗ്രനായിരുന്നു കേട്ടോ. ശംഭു നന്നായിട്ട് ചിരിപ്പിച്ചു. പിന്നെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ പാസ്റ്റർമാരെന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്ന് ശംഭു ഇമിറ്റേറ്റ് ചെയ്ത് ഇവിടെ വന്നത് അതൊരു വലിയ സമൂഹമാണ്. കാര്യം എൻ്റെ സുഹൃത്തുക്കളും ഒരുപാട് പേരുണ്ട് കോട്ടയത്തൊക്കെ. ഒരുപാട് എൻ്റെ പേഴ്സണലായിട്ട് എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്. ഒരിക്കലും പേഴ്സണലായിട്ട് നിങ്ങളെ കളിയാക്കാനോ അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെയാണ് അല്ലെങ്കിൽ അവരോട് ഇങ്ങനെയാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം അങ്ങനെയൊന്നുമല്ല. ഒരു ആക്ഷേപഹാസ്യമാണത്. അപ്പം നമ്മൾ സമൂഹത്തിൽ കാണുന്ന എല്ലാ ആളുകളെയും സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ സ്കിറ്റുകളിൽ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരു കാരിക്കേച്ചറായിട്ട് അല്ലെങ്കിൽ ഒരു മിമിക്രി ഭാവനയിൽ മാത്രം അതിനെ കണ്ടാൽ മതി. അതൊരിക്കലും ഒരു പേഴ്സണലായിട്ട് അവരെ അവഹേളിക്കലോ അല്ലെങ്കിൽ അവരെ കളിയാക്കലോ ആയിട്ട് കാണരുതെന്ന് ഒരു അപേക്ഷ കൂടെ ഉണ്ട് പ്രേക്ഷകരോട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ചിരിക്കാനും എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻ്റർടൈനർ തന്നെയായിരുന്നു നിങ്ങളുടെ ഈ സ്കിറ്റ്. ഇതിലും ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് അടുത്ത തവണ പറഞ്ഞു. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ഇത് നിങ്ങൾ ഒത്തിരി ദിവസം മെനക്കെട്ടിരുന്ന് എഴുതിയുണ്ടാക്കിയ ഒരു സ്കിറ്റാന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കില്ല. പെട്ടെന്ന് സംഘടിപ്പിച്ചൊരു സ്കിറ്റല്ലേ ഇത്? ഇവിടെ ഗ്രൂമിംഗ് ടൈമിൽ പെട്ടെന്ന് റെഡിയാക്കിയ. പക്ഷേ അങ്ങനെ ഉണ്ടാക്കിയ ഒരു സാധനം ഇത്രയും ചിരിപ്പിക്കണമെങ്കിൽ അത് നിങ്ങളുടെ ആർട്ടിസ്റ്റിൻ്റെ കഴിവ് മാത്രമാണ്. അതെ, ഒത്തിരി മെനക്കെടാതെ ഇരുന്ന് എഴുതിയുണ്ടാക്കിയൊരു സാധനമാണ്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളും കളിച്ച് കയറ്റി മികവിലേക്ക് എത്തിക്കാം എന്നതിൻ്റെ തെളിവാണ് നിങ്ങൾ 3 പേരും. അത്രയ്ക്ക് മനോഹരമായിരുന്നു. അത്രയും ചിരിക്കാനുള്ള സംഭവങ്ങൾ ആവശ്യത്തിന് അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. അടിപൊളി. ഷാജോൻ ചേട്ടാ, എത്ര കൊടുക്കാം നമുക്ക്? ഞാൻ ഇവർക്കൊരു 20,000 രൂപ കൊടുക്കും. 20,000 രൂപ. നസീർക്ക
ഞാനൊരു 18,000 രൂപ കൊടുക്കാം. അപ്പൊ ടോട്ടൽ 38,000 രൂപ അക്കൗണ്ടിലേക്ക് ആയിട്ടുണ്ട്. ബാക്കി ഞാൻ ദേ കൊളുത്തി വിട്ട് കഴിഞ്ഞു. ടോട്ടൽ എമൗണ്ട് ടീം ട്രിപ്പിൾ എസിന്റെ അടുത്ത സിൽവർ പഞ്ച്. നല്ലൊരു കൈയടി വരട്ടെ. ശംഭു പറയൂ. എന്തോ പണ്ട് ശംഭുവിനും ശ്യാമിനൊക്കെ ഒരു സന്തോഷം കൂടുതലുണ്ടായിരുന്നു. സെൽവൻ ഇങ്ങനെ തന്നെ ഇപ്പോഴും റിയാക്ഷൻ. ഇപ്പൊ അവർക്കും വലിയ സന്തോഷമൊന്നും ഇല്ല. അല്ലാതല്ലേട്ടാ, ഞങ്ങളിപ്പോ ചേർത്തോണ്ട് ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് ഇത്തിരി ഇതായിരുന്നു. അപ്പൊ നമുക്ക് മാനസികമായിട്ടൊരു വിഷമം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് ഞാൻ മെനിയാന്ന് പറഞ്ഞു, ഇതിലൊരു സിൽവറോ ഗോൾഡോ ഇല്ലെങ്കിൽ ഞാൻ ടീമിൽ നിന്ന് മാറുന്നു. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. കാരണം എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ചിലപ്പം കുറച്ച് ദിവസം കൊണ്ട് അങ്ങനെ ഇതുണ്ടായിരുന്നു. അത് രക്ഷപ്പെട്ടു. മാറ്റിക്കളഞ്ഞാലായിരുന്നു. ഞാനാണ് പറഞ്ഞു പോയി. അത് കൊള്ളാം. ശംഭു, നീയാണ് ഇതിന്റെ അകത്ത് കളിച്ച് കയറ്റിയത്. അവർ രണ്ടുപേരും സൈലന്റ് ആയിട്ട് നീ ഹൈ റേഞ്ചിലാണ്. അതെ, ഈ ടീം, ഈ 3 പേരിൽ ഒരാൾ മാറി ഈ ടീമിനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്കും പറ്റില്ല, പറ്റില്ല. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു കോംപ്ലക്സോ അങ്ങനെയുള്ള ഒരു ചിന്തകളൊന്നും ഒരിക്കലും പാടില്ല. സ്കിറ്റാണ്, അത് ചിലപ്പം നന്നാവും, ചിലപ്പം മോശമാവും. നമ്മൾ നമ്മുടെ കഴിവിനനുസരിച്ച് മാക്സിമം അതിനുവേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ ഇരിക്കുന്ന കാര്യമല്ലേ, അല്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനൊന്നും ചിന്തിക്കണ്ട. ഈ ഒരു സ്പിരിറ്റോട് കൂടി ഗംഭീരമായിട്ട് മുന്നോട്ട് പോവാ. അതെ ശ്യാമേ, ടീം ട്രിപ്പിൾസിനെ നടുക്കഷ്ട. ശ്യാമേ, സന്തോഷം വീണ്ടും തിരിച്ചു കിട്ടി. ഞാൻ കരുതി ഈ വിഗ് വെച്ചാണ് ഗെറ്റപ്പ് വ്യത്യാസത്തിന് വേണ്ടി വെച്ചാക്കണമെന്ന് കരുതി. പക്ഷെ അത് വെച്ചൊരു കളി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പം ഉഷാറായിട്ട് പോവാ. അടുത്ത ഗംഭീര സ്കിറ്റുമായിട്ട് വരിക. ഓക്കെ, താങ്ക് യു. നമുക്ക് ഒന്നടിക്കണം. ഓക്കെ ഓക്കെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. കോട്ടയംകാരിപ്പുണ്ട്. ടീം കോട്ടയമുണ്ട്. പക്ഷെ ചെറിയൊരു ചേഞ്ച് ഉണ്ട് അതിനകത്ത്. വിഷ്ണു ഉണ്ട്, അമലുണ്ട്, കൂടെ സുധീഷ്. ഇത് തേങ്കുറിശി ഗ്രാമം. ഈ കഥ നടക്കുന്നത് 1980 കാലഘട്ടം. വേണ്ട ഒടിയൻ എന്ന സിനിമ ഐറ്റം വേറെ കലാകാരന്മാരുടെ ഭാവനയിൽ. ദീപു ദീപു എന്താ പോടാ അവിടുന്ന്. ദീപം ദീപം ദീപം. ഗായത്രിക്കുട്ടി, കായ എത്ര കിട്ടിയെങ്കിലും കഴുകി വെക്കുക. വൈകിട്ട് ഞാൻ തോര ഉണ്ടാക്കി തരാം. ഒരു നല്ല സ്കിറ്റ് തുടങ്ങുമ്പോൾ ഇങ്ങനത്തെ റിങ്ങിട്ട് തമാശ പറയല്ലേ മോളെ. വേണ്ടെങ്കി വേണ്ട. അത്താഴ പ്രശ്നിക്കാരുണ്ടോ? അത്താഴ പ്രശ്നിക്കാരുണ്ടോ? അത്താഴ പ്രശ്നിക്കാരുണ്ടോ? ഉണ്ടേ. ഉണ്ടെങ്കിൽ ആ വീട് നമുക്കൊന്ന് കാണിച്ചു തരണേ. 5 ദിവസമായി വല്ലതും കഴിച്ചിട്ട്. നമ്മൾ അവിടെ വന്ന് വല്ലതും കഴിച്ചു. ഇവിടെ ആണെങ്കിൽ ഒരു പൂക്കാച്ചളയില്ലാന്നേ. ഗായത്രിക്കുട്ടി, എന്തോ അവിടെ അധിക നേരം നിൽക്കണ്ടാട്ടോ. എന്താ? അവിടെ ഒടിയന്റെ ശല്യം ഉണ്ട്. പിന്നെ വിദേശത്ത് പോയി പഠിച്ച് കുന്തളിച്ച് വന്ന എനിക്ക് എന്തോ നൊടിയൻ. കൂത്താട്ടുകുളം എന്ന് മുതലാ മോളെ വിദേശായത്. പുകുജു 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 പുകുജു. എന്താ അത്? ഒന്നും ഈ ഫ്ലോറിൽ പാഴായി പോവരുത്, അതുകൊണ്ട് അങ്ങ് ഇട്ടതാ. മുത്തപ്പോ കൊണ്ടോരാ കൊണ്ടോരാ കൈതോലപ്പായ കൊണ്ടോരാ കൊണ്ടുവാം കൊണ്ടുവാം അന്ത്യാളൻ കാവിൽ കൊണ്ടുവാം. എന്തോ ഈ കിടന്ന്, അയ്യോ ഇതെന്തോ ഈ കിടന്ന് കാണിക്കുന്ന, അയ്യോ എന്താ എന്താ? എനിക്ക് ഇയർ ബാലൻസിന്റെ പ്രശ്നമുണ്ട്. പറയണ്ടായിരുന്നോ? എന്നെ മനസ്സിലായോ? മനസ്സിലായി. ആസാമിൽ നിന്ന് കമ്പിളി വിൽക്കാൻ വന്ന ബംഗാളിയല്ലേ? എനിക്ക് എന്തിന്റെ തരിപ്പായിരുന്നെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഈ കമ്പിളിയും പൊതിച്ച് ആ വീട്ടിലെങ്ങാനും കിടന്നായിരുന്നു നിന്റെ ഈ താറ്റിക്കൽ കേൾക്കണം. മോളെ, ഞാൻ കമ്പിളി വെക്കാൻ വന്നവനല്ല. പിന്നെ ആരാണ്? ഞാൻ മാണിക്കൻ, ഒടിയൻ മാണിക്കൻ. ദൈവമേ, പാളയം കപ്പയ്ക്കൊക്കെ ഇപ്പൊ ഒടിയും മാണിക്കെന്നാണോ പേര്? എവിടെ പോവാ? പണങ്ങി പോവാ. എന്തിനാ പണങ്ങി പോണേ? നിന്റെ താറ്റിക്കലും കേട്ട് ഞാൻ ഈ ഫ്ലോറിൽ നിൽക്കണോ? അല്ല വാ, ഞാൻ കേട്ടിട്ടുണ്ട് ഒടിയൻ. ഞാൻ ചെറുതായിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നേക്കാ വലിയ ഒടിയനായിരുന്നു ഞങ്ങളുടെ അപ്പൂപ്പൻ. അപ്പൂപ്പനോ? ആ, അപ്പൂപ്പൻ 12 വർഷത്തോളം ഒരു കാട്ടിലിരുന്ന് ഒടിവിദ്യ പഠിച്ച് ഈ കൊച്ചു കൊച്ചു ജീവികളൊക്കെ ഒടിവെക്കാൻ പഠിച്ചു. ദൈവമേ. ആ എന്ന് പറഞ്ഞ നമ്മുടെ ഈ പറയുന്ന ഞൗണിക്ക്, പിന്നെ ഈ പറഞ്ഞ പൂഞ്ഞാട്ടി, കൊച്ച്, വെള്ളത്തിപ്പാറ്റ. ദൈവം, ഇതൊക്കെ കുളിക്കടവിൽ കാണുന്ന സാധനങ്ങളല്ലേ? അപ്പൊ മനസ്സിലായില്ലേ എന്തിനാ പുള്ളി 12 വർഷം കഷ്ടപ്പെട്ടു. ഈ അപ്പൂപ്പൻ ഇപ്പൊ എവിടെ? അപ്പൂപ്പൻ എവിടെയെന്ന് ചോദിച്ചാ അപ്പൂപ്പൻ മരിച്ചുപോയി. അയ്യോ, എന്ത് പറ്റി മരിച്ചതാ അപ്പൂപ്പൻ? ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാലേ ഒരു റബ്ബർ തോട്ടത്തിന് നടുക്കാണ് നടുക്കാണ് വീട്. ഒരു 7 മണിയൊക്കെ ആകുമ്പോ ഞങ്ങളുടെ വീട്ടിൽ
കൊതുക് വന്ന് അപ്പൂപ്പനെ കൊത്തു. അപ്പൂപ്പനെ കൊത്തുന്ന കൊതുക് ചത്തുപോകാൻ അപ്പൂപ്പനൊരു സൂത്രപ്പണി ചെയ്തു. എന്ത് പണി? കൊതുക് തിരി എടുത്തങ്ങ് വിഴുങ്ങി. എന്തിന്? രക്തത്തിൽ കൊതുക് തിരിയുടെ അംശം വരാൻ. എന്നിട്ട് ഈ അപ്പൂപ്പ ഇപ്പൊ എന്തി? എന്നിട്ട് അപ്പൂപ്പന്റെ ബലിച്ചടങ്ങിന് ഈ കൊതുകൊക്കെ ആ മരത്തിന്റെ ചോട്ടി വന്നിരുന്നിട്ട് എന്നാ താറ്റിക്കലായിരുന്നു അറിയാം. ഞാനൊരു ബലിയിട്ട് വന്നപ്പോ ഒരു കൊതുക് ഇങ്ങനെ നേരെ വന്ന് എന്നെ നോക്കി കൊഞ്ചലും കൊത്തിട്ട് കയറിപ്പോയി. അത്രയ്ക്ക് മണ്ടനായിരുന്നു ഞങ്ങളുടെ അപ്പൂപ്പൻ. അല്ല, നിനക്കൊരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു? എനിക്കൊരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. കുഞ്ഞുനാളി എന്നെ ഭയങ്കരമായിട്ട് ദ്രോഹിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പിന്നെ പ്രതികാരമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയുമോ? ഈ അപ്പൂപ്പ ആൽമരത്തിന്റെ അവിടെ പോയി ചെന്ന് കിടക്കും. അപ്പൊ അപ്പൂപ്പന്റെ പൊക്കിളിൽ ഞാൻ കർപ്പൂരം ഇട്ട് കത്തിച്ച്. ഇപ്പൊ അമ്പലത്തിലെ മെയിൻ ആചാരം എന്തോന്ന് അറിയുമോ? അപ്പൂപ്പന്റെ പൊക്കിളി കർപ്പൂരം ഇട്ട് കത്തിക്കുക. രണ്ടുപേർക്ക് കൊച്ചുകൾ ഉണ്ടായ ചരിത്രം ഉണ്ടായിരിക്കണം. അല്ല, ഞാൻ ഇത്ര നേരം വന്നിട്ട് നിനക്ക് എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇനി ചെറുതായിട്ടൊരു ഓർമ്മ അങ്ങോട്ട് കിട്ടുന്നില്ല എനിക്ക്. നമ്മൾ പണ്ട് പ്രീ ഡിഗ്രി കഴിഞ്ഞ് വന്നപ്പോഴേ മഴ പെയ്ത്, നല്ല മഴ. അപ്പൊ നമ്മൾ രണ്ടുപേരും എന്ത് ചെയ്ത്, അടുത്തൊരു കാട്ടിൽ ആരും കാണാത്തൊരു ഇലങ്ങിയുടെ ചോട്ടി ചെന്നിരുന്ന് 3 മണിക്കൂർ കഴിഞ്ഞപ്പോ ഇലങ്ങിയുടെ ചില്ല ഒന്ന് അനങ്ങി. ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. ആ ഇലഞ്ഞിമരം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതന്നെയാടി നീ എന്നെ ഓർക്കാത്തെ? 3.5 മണിക്കൂറിന്റെ ഇടയിൽ അത് ഇലയെങ്കിലും അനക്കിയായിരുന്നു. ഒരുത്തൻ നിക്കണം ഓർക്കാൻ വേണ്ടി എന്തേലും ചെയ്തായിരുന്നോ നീ? അങ്ങനെയാണെങ്കിൽ ഓർക്കാൻ വേണ്ടി ഞാൻ നിനക്ക് ചെയ്യുന്നുണ്ടടി. എന്ത്? ഓടി എന്റെ ഓടി വിദ്യ ദേ കാണ്. ആയോ? ആരാ? കലമൻ. കലമാനെ കണ്ടിട്ടില്ലാത്തവര് കണ്ടോടെ. നിൽക്കുന്ന കലമാൻ. നിനക്ക് വയ്യടാ, നീ ഇതെന്താടാ ഈ കൊമ്പും വെച്ച് കാണിക്കുന്നത്? ആ പോവുന്നു. കലമൻ താന്നു പോയല്ലേ? അത് താന്നു പോയി. കലമൻ കൊള്ളൂല. കാവർത്തത് കിട്ടി. നീ പുറത്തുപോയി തിന്നിട്ട് കയറുക. അയ്യോടിയേ, അതല്ലേ പറഞ്ഞത്. ഗായത്രി കുട്ടി. ഇവിടെ വന്ന് എന്റെ പെണ്ണിന് ഇത്ര ധൈര്യത്തോടെ ഗായത്രി കുട്ടി എന്ന് വിളിക്കാൻ ആരാ നീ? നിന്റെ പെണ്ണ? കിടക്കട്ടെ ചുമ്മാ. ചുമ്മാ. ആരാ നീ? എന്നെ മനസ്സിലായില്ല? ഇല്ല, ഒട്ടും മനസ്സിലായില്ല. ഒട്ടും മനസ്സിലായില്ല. ഒരു മിനിറ്റ്. ഇതെന്താ ആരാണെന്ന് ചോദിക്കും മുഖത്തേക്ക് ടോർച്ചടിച്ച് കാണിക്കണത്? ഇതിലും ഭംഗിയായിട്ട് ഞാൻ എങ്ങനെയാടാ പ്രകാശ് രാജ് അന്ന് രജിസ്റ്റർ ചെയ്ത് തരുന്നത്? പ്രകാശ് രാജ്? അല്ല, അതൊക്കെ പോട്ടെ. നീ ആരാ? ഞാൻ ഒടിയൻ. എന്നാന്ന്? ഓഡിയൻസ്. എടാ, ഓഡിയൻസ് ആണ് അവിടെ കയറിയിരിക്കുന്നത്. അല്ല, ഇവിടെ പേരും പറയരുത്. ഞാൻ ഇതിനകത്ത് മെയിൻ കഥാപാത്രം ആണോ? മോഹൻലാല്. ആരാന്ന്? മോഹൻലാല്. അയ്യോടിയേ, എന്നാ അതിനും ശരിയുള്ള ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. മഞ്ജു വാര്യർ. ആരാ അത്? നീ എന്തിനാ ഇവിടെ വന്ന്? നീ എന്തിനാ ഇവിടെ വന്ന്? എടാ, ഈ നിൽക്കുന്ന ഗായത്രി കുട്ടിയുടെ അച്ഛൻ എന്റെ ഇന്ന് കാശ് മേടിച്ച് അത് തിരിച്ചു തന്നിട്ടില്ല. ഇവൾ അച്ഛൻ മേടിച്ചിട്ട് മുതലോ ഇല്ല. ഒന്നെങ്കിൽ മുതല്, അല്ലെങ്കിൽ ഇത്. എന്നെ എന്തിനാണോ നിനക്ക്? എടാ കാട്ടുകഴുക, നിന്റെ കാര്യം അല്ല പറഞ്ഞത്. ആ നിൽക്കുന്നവളെ അവളെ ഞാൻ കൊണ്ടുപോയിരിക്കും. എന്നെയോ? നീ അല്ല, നിന്റെ അച്ഛൻ വിചാരിച്ചാലും അവളെ ഇവിടുന്ന് കൊണ്ടുപോകത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഗായത്രി കുട്ടിയെ ഞാൻ കൊണ്ടുപോയിരിക്കും. കാരണം ഈ ഗായത്രി കുട്ടിയെ ഞാൻ അതുപോലെ സ്നേഹിക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം കാണണോ? കണ്ടോ, ഉള്ള പേര് ഞാൻ നെഞ്ചത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എന്നതാണ്? ഇത് താളിയോല ഗ്രന്ഥം. ഇതിനകത്ത് ഏതാണ് അവളുടെ പേര്? ഇവിടെ നോക്കിയേ. ആണ്ട് അത് ലളിതാന്നാ. ആണോ? ഇവിടെ നോക്കിയേ. അത് രാജമ്മ. ഇവിടെ നോക്കിയത് അത് അനില. എടാ, ഇത് ഉണ്ടായിരുന്നതാ. ഇത് ഞാൻ കണ്ടതാ. ഇത് ആരുടെ പേരാണ്? ഇത് കാശ് കടം കൊടുത്തവരാ. ഒറ്റ കാശ് പോലും നിനക്ക് തിരിച്ചു കിട്ടിയിട്ടില്ലല്ലേ? എനിക്ക് മനസ്സിലായടാ. നീ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. 300 കോടിയുടെ ആസ്തി ഉണ്ട് എനിക്ക്. ഞാൻ ഇവിടെ സ്വന്തമാക്കിയിരിക്കും. 300 കോടിയുടെ ആസ്തി കാലഘട്ടക്കുന്നുണ്ടോ? ടപ്പർ ചെരുപ്പ്. ഒടിയാ, ഇവിടെ ഞാൻ കൊണ്ടുപോയിരിക്കും. ഈ ഒടിയന്റെ സ്വന്തമാണ് ഗായത്രി കുട്ടി. നിനക്ക് വേണ്ടി ഞാൻ കാത്തു വെച്ചിരിക്കുന്ന അവസാന ഒടി വിദ്യ നീ കാണ്. മുത്തപ്പോ. ഇത് അവിടെ കൊണ്ട് വെച്ചേക്കാണ്. എന്നത്? മുത്തപ്പം പോരായിരുന്നു. മുത്തപ്പോ. ചെറുക്ക എന്നാണ് കാണിക്കുന്നത്? ചെയർ ബാലൻസിന്റെ പ്രശ്നമാണ്. ആര് പറഞ്ഞു? കാട്ടുപട്ടി, കാട്ടുപട്ടി, കാട്ടുപട്ടി. അയ്യോ, കാട്ടുപട്ടി സൂപ്പർ. കാട്ടുപട്ടി സൂപ്പർ എന്ന് പറഞ്ഞ എന്തിനാ കരയുന്നേ? ഓടിയായിരുന്നു, അത് സിംഹമായിരുന്നു. നിന്റെ തൊലിക്കട്ടി സമ്മതിക്കണം. ഇറങ്ങിപ്പോടാ, നാണം കെടുത്താതെ. അപ്പൊ നീ എന്നെ കല്യാണം കഴിക്കും? എനിക്ക് നിന്നെ വേണ്ട. എനിക്ക് ഈ ഇല്ലത്തിലേക്ക് നിന്നെ കെട്ടിക്കൊണ്ട് വരാൻ താല്പര്യമില്ല. ഓഹോ,
ഞാനിത് കേക്കണടി. എടി പണ്ട് ഞാനും നീയും ഏത് മുണ്ടാണോ, പണ്ട് ഞാനും നീയും സ്കൂളിൽ പോയ സമയത്ത് നിന്റെ പാവാടയുടെ കൊളുത്ത് ഊരിപ്പോ എന്റെ നിക്കറിന്റെ പിന്നെ ഞാൻ നിനക്ക് എന്ന തുണിയിലാണ്ട് വീട്ടിൽ പോയി. ദൈവമേ, മുഴുവൻ കാളായിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതാ ഇവ ബന്ധം സ്ഥാപിക്കുന്നു. കാര്യമല്ല, അത് മാത്രമല്ല, നിനക്ക് ചിത്രശലഭത്തെ ഇഷ്ടാന്ന് പറഞ്ഞ് നിന്റെ വീട്ടിലെ റോസാ ചെടിയിൽ ഞാനിങ്ങനെ പ്യൂപ്പയായിട്ട് കിടന്ന് അപ്പൊ പുഴുവിന്റെ കുന്തിരിപ്പെന്ന് പറഞ്ഞ് നിന്റെ അച്ഛൻ അതിനെ ചോട്ടി വന്ന് തീയിട്ട് എന്നിട്ട് ആത്മാർത്ഥ പ്രണയം കൊണ്ട് നീ വന്നപ്പോഴേക്കും എന്നെ നീ അങ്ങ് താറ്റിക്കളഞ്ഞ. എനിക്ക് നിന്നെ വേണ്ട, എനിക്ക് വേണ്ട. ഞാൻ പോവാ. വേറെ മാണിക്കോ, ഐ ലവ് യു. കഴിക്കണം, കല്യാണം കഴിക്കണം. ഒരു 5 പിള്ളേരെങ്കിലും എനിക്ക് വേണം. ഇയർ ബാലൻസ് ഇല്ലാത്ത ഒടിയൻ പിള്ളേർ വേണം. അത് കുഴപ്പമില്ലാന്ന്. എന്തോ ചെയ്യുന്നേ? ഒരു കാട്ടുപട്ടി മുഴുവൻ കാളായിട്ട് വന്ന് നിൽക്കുന്നുണ്ടോ? കാട്ടുപട്ടിയോ? എടാ, പ്രകാശ് രാജിന്റെ ഫിഗർ എന്ന് പറഞ്ഞ് നടക്കുന്നവനെ അവ ഒന്ന് ഉദിച്ചു വന്നതേ ഉള്ളു, അപ്പോഴേക്കും അടിച്ചങ്ങ് അസ്തമിപ്പിച്ചല്ലേ. ഗായത്രി കുട്ടി, ടീം കോട്ടയത്തിൽ ഒരു നല്ല കൈഡി ഫ്രം കോട്ടയം. ചേട്ടാ, കോട്ടയം ടീം ഒരാളെ പുതിയത് കയറി വന്നിട്ടുണ്ടല്ലോ, സുധീഷേ. ഒരു കോട്ടയില്ല, കോട്ടയത്തിലൊരു കോട്ടയില്ലെന്നിപ്പോ. ഓക്കെ, അപ്പൊ അമലെ, വിഷ്ണു, സുധീഷേ, നന്നായിരുന്നു. ഈ പറയുന്ന പോലെ ഒടിയൻ്റെ ഒരുപാട് സ്പൂഫ് പരിപാടികൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു പരിപാടിയായിട്ടാണ് തോന്നുന്നത്. കാര്യം നിങ്ങളെ തന്നെ ട്രോളിക്കൊണ്ടാണ് ഇത് ചെയ്തത്. കുറച്ചൊക്കെ ചിരിക്കാനുണ്ടായിരുന്നു, പക്ഷേ ഒരു കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഒരു റേഞ്ചിലോട്ട് വന്നോന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. എൻ്റെ ക്ലൈമാക്സും ഒക്കെ എന്തോ ഒരു ക്ലാരിറ്റി കിട്ടിയില്ല. പിന്നെ മൊത്തത്തിൽ എവിടെയൊക്കെ എന്തൊക്കെ ഒരു കുറവ് പരിപാടികളൊക്കെ ഫീൽ ചെയ്തിരുന്നു എന്ന്. എന്നാൽ കുറേ ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇയർ ബാലൻസിങ്ങിൻ്റെ കാര്യം പറഞ്ഞ പരിപാടിയും അതൊക്കെ നന്നായിട്ട് വർക്കായി. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പം ഗംഭീര പൊട്ടിച്ചിരികളായിട്ട് വരണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഞാൻ ഈ ഒടിയൻ സിനിമ കണ്ടിട്ടില്ല, അതുകൊണ്ട് അതിലെ ക്യാരക്ടറുകൾ എന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ എങ്കിലും രസമുണ്ടായിരുന്നു കാണാനായിട്ട്. മൊത്തത്തിലൊരു കളർഫുൾ ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ടും നിങ്ങളും ഒക്കെ ആയിട്ട് ഒരു രസമുണ്ടായിരുന്നു. പക്ഷേ തമാശയുടെ ഒരു ഏരിയ വളരെ ശോകമായിരുന്നു. അവിടെ ശോകം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ഒരു ചിരിപ്പീരതല്ലല്ലോ. നിങ്ങൾ നല്ലപോലെ ചിരിപ്പിക്കുന്ന ആൾക്കാരല്ലേ, നല്ലപോലെ ചിരിപ്പിക്കണം. ചിരിച്ചാൽ അതേപോലെ വാങ്ങിച്ചോണ്ട് പോകാം. വാങ്ങിച്ചോണ്ട് പോയി ശീലമുള്ളവരാണല്ലോ നിങ്ങൾ. അതെ, അടുത്ത അതിന് വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ആൾ ദി ബെസ്റ്റ്. കുഴപ്പമില്ല, നന്നായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഈ ഒടിയൻ്റെ സിനിമയും കണ്ടാണ് അതിൻ്റേതായിട്ടുള്ള ഒരു സ്കിറ്റുകളും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു വെറൈറ്റി ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഷാജോൻ പറഞ്ഞ പോലെ നിങ്ങളെ തന്നെ ട്രോളിയിട്ടാണ് വന്നത്. കാരണം മറ്റേ ഒടിയനൊക്കെ വന്നു കഴിഞ്ഞാൽ മാനായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ മാൻ തന്നെയാണല്ലോ. ഇത് വന്നിട്ട് പട്ടിയാണോ കുറുക്കനാണോ? സിംഹം വന്നിട്ടേ ഞാൻ കരുതി എന്തോ വേറൊരു ജീവിയാണെന്ന് കരുതി, പുതിയ ജീവിയാണെന്ന് കരുതി. സിംഹത്തിൻ്റെ മുടിയൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ കോമഡി, അതിൻ്റെ ഹ്യൂമർ അതാണത്. എന്തായാലും ഈ പറഞ്ഞുകൊണ്ട് കോമഡികൾ കുറവാണ്, പക്ഷേ നിങ്ങളുടെ പ്ലേ നല്ല രസമുണ്ടായിരുന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ അടിപൊളിയാക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോ നസീർക്ക, ഞാനൊരു 9,000 രൂപ. 9,000 രൂപ വിജി കൊടുത്തേട്ടാ. ഞാൻ 9,500. എവിടുന്ന് 500? 18,500. അപ്പൊ ബാക്കിയേണ്ടതാ അവിടെ ഒരു 40,000 രൂപ. അപ്പൊ അടുത്ത പ്രാവശ്യം ഉഷാറായിട്ട് വാ കേട്ടോ. പഞ്ചു ചേച്ചി, കേട്ടോ പ്രകാശ് രാജ്, കേട്ടാ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. ഐറ്റം വേറിലേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം ഒറ്റയ്ക്ക് വരുന്ന മോൺസ്റ്റർ വരുന്നു. അടിപൊളി. കുറച്ച് വേറെ തരം ഐറ്റങ്ങൾ നമ്മുടെ മുമ്പിൽ പെർഫോം ചെയ്യാൻ വേണ്ടിട്ട് വിളിക്കട്ടെ. പാലയിന്നാണ് വരുന്നത്. ലെറ്റ്സ് വെൽക്കം മിഥുൻ മോഹൻ. മിഥുൻ, വെൽക്കം. ഇതാണ് നമ്മുടെ കുടുംബം. താങ്ക് യു. ഇത് ഐറ്റം വേറെ. ഇതാണ് കുടുംബത്തിലേക്ക് ഒരു നീണ്ട കാലത്തിന് ശേഷമുള്ള തിരിച്ചുവരവാണ്. ഷാൻ ചേട്ടാ, നമസ്കാരം. ഇതിനെ നമസ്കാരം ചേട്ടാ. സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? സുഖമായിട്ടിരിക്കുന്നു ചേട്ടാ. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പുതിയ കാര്യങ്ങൾ കാണാനും ഞെട്ടാനും ഞങ്ങൾ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുക. താങ്ക് യു ചേട്ടാ. എന്നാ പിന്നെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം അല്ലേ? ഓരോന്നോരോന്നായിട്ട് കീച്ചിക്കോ. ഓക്കെ, താങ്ക് യു. ഓക്കെ. നമസ്കാരം, ഞാൻ ഗോവർദ്ധൻ. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ചോദ്യം, എമ്പുരാൻ സിനിമയിലെ ആ പ്രധാന വില്ലൻ ആര്? ചുവന്ന നിറത്തിലുള്ള ഡ്രാഗൺ ഡ്രസ് ധരിച്ച ഷെൻ ട്രിയാഡ് ഗാങ് ലീഡർ അതാരാണ്? അതാണ് ചോദ്യം. എടാ മോനെ, രംഗൻ ചേട്ട കാണിക്കുന്നു പറഞ്ഞാൽ കാണിക്കും. എടാ മോനെ, നിനക്കറിയോ അത് ഞാനാ. ഒരു ദിവസം രാജു എന്നെ വിളിച്ചു ഫോണില്, എൻ്റെ കരിങ്കാളിയല്ലേ എന്നുള്ള റീല് കണ്ടിട്ട്.
നമസ്കാരം, രംഗൻ ചേട്ടനല്ലേ? ഞാൻ പൃഥ്വിരാജ്. ആക്ച്വലി ഞാൻ രംഗൻ ചേട്ടൻ്റെ ആ കരിങ്കാളി അല്ലേ എന്നുള്ള റീല് കണ്ടിരുന്നു. അപ്പോൾ അതിൽ ചേട്ടൻ യു ആർ എ ഓസം ആക്ടർ, സോ ഐ വുഡ് ലൈക്ക് ടു കാസ്റ്റ് യു ആസ് ദ മെയിൻ വില്ലൻ ഓഫ് മൈ നെക്സ്റ്റ് മൂവി എമ്പുരാൻ. എടാ, നിനക്കൊന്നുമല്ല വിലയില്ലാത്തത്. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ യോർ ലൈക്കില്ല, പക്ഷേ രാജുവിന് എന്നെ ഇഷ്ടമായി, ഒരുപാട് സന്തോഷമായി. നീ ഒരു കാര്യം ചെയ്യണം, ആ സിനിമ റിലീസ് ആകുമ്പോൾ ഫെഡ്ഫസിന് വരണം. ഫെഡ്ഫസ് എന്താ? ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. എടാ മോനെ, എനിക്ക് ശരിക്കും വരാൻ പറ്റില്ല, എനിക്ക് എക്സാം ഉണ്ട്. സാരമില്ല, നിന്റെ അമ്മനോട് ഞാൻ പറഞ്ഞോളാം. നീ വണ്ണിലെ മഗ ബെബിനെ കൊല്ലും ഞാൻ. എടാ മോനെ, ഞാനാണ് എമ്പുരാൻ ലീഡർ. അത് നടക്കില്ല, രംഗനല്ല. ലൂസിഫർ ഫ്രാഞ്ചൈസിന്റെ രണ്ടാമത്തെ സിനിമയായ എമ്പുരാനിൽ ആ സെൻട്രയാർഡ് ലീഡറായി വരുന്നത് ഞാൻ തന്നെയാണ്. എൻ്റെ ഒരു പഴയ ബോംബ് കഥ എന്ന സിനിമയിലെ രോഹിത് ഷെട്ടി എന്ന കഥാപാത്രം കണ്ട് വിസ്മയിച്ചിട്ടാണ് രാജു എനിക്ക് ഈ വേഷം തന്നത്. ബാലചന്ദ്രൻ സാർ, അത് നടക്കില്ല. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേര്. ആ പരിപ്പ് ഈ ബോബി ഉള്ളിടത്തോളം കാലം വേവില്ല. ബാലു സാറേ, ചതുൻ രാംദാസ് വരുമെന്ന് ഞാൻ പറഞ്ഞു, യതിൻ രാംദാസ് പോയി. ഫണ്ട് വരുമെന്ന് ഞാൻ പറഞ്ഞു, ഫണ്ടും പോയി. സോ ഐ ഹാവ് ടു റേസ് ന്യൂ ഫണ്ട്സ്. ജീവയ്ക്ക് വല്ല ഫണ്ടും വേണോ? ഫണ്ടുണ്ടാക്കി കൊടുക്കുന്നതാണ് ഈ ബോബിയുടെ ഒരു ഹോബി. സോ ഞാനാണ് ആ സിനിമയിലെ മെയിൻ വില്ലൻ. നിങ്ങൾ കേൾക്കണം. രാജുവിന്റെ പെരിയ ഫ്രണ്ട് അവനൊരു സിനിമ എടുത്തു, ലാസിഫർ. അതിലെനിക്കൊരു വേഷം തന്നു, ഗുണ്ട. വേറെയും ഗുണ്ട, ബെസ്റ്റ് ഫ്രണ്ട് വേറെയും ഗുണ്ട. അപ്പം ഞാൻ രാജുവിനോട് പറഞ്ഞു, രാജു ദിസ് ഈസ് റാങ്. അപ്പൊ രാജു പറഞ്ഞു, ആക്ച്വലി ബാല, നീ ഫസ്റ്റ് പാർട്ടിൽ മാത്രമാണ് ഗുണ്ട. ആക്ച്വലി നിനക്ക് വലിയൊരു വേഷം തരാൻ വേണ്ടിയാണ് ഞാൻ ഗുണ്ടയാക്കിയത്. സെക്കൻഡ് പാർട്ടിൽ ആൻഡ് തേർഡ് പാർട്ടിൽ യു ആർ ദ മെയിൻ വില്ലൻ. அப்போ நான் வந்து டபுள் ரோல். இந்த സിനിമയിൽ அந்த പെരിയமான വില്ലൻ நான் தான். പക്ഷേ ചിലർ പറയുന്നുണ്ട് സുരേഷ് ഗോപി സാറാണ് വില്ലെന്ന്. ദാറ്റ് ഈസ് റോങ്. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാനാണെന്ന്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ലൂസിഫർ സിനിമ കഴിഞ്ഞപ്പോൾ രാജുവിനെ വിളിച്ചു, ചേട്ടാ ഞാൻ ലാലേട്ടൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്, മമ്മൂക്കയുടെ കൂടെ ചെയ്തിട്ടുണ്ട്, ചേട്ടൻ്റെ കൂടെ ഞാൻ ചെയ്തിട്ടില്ല ഒരു പടം. ഞാൻ പറഞ്ഞ മോനെ പറ്റില്ല, ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞോ? ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് എഴുതാപ്പുറം വായിക്കുന്നത്? ആരാണ് ആ വില്ലൻ എന്നറിയാനുള്ള നമ്മുടെ അനന്തമായ അന്വേഷണം അങ്ങനെ നീളുന്നു. ദിസ് ഈസ് ഗോവർദ്ധൻ സൈനിങ് ഓഫ്. ചേട്ടാ ഒന്നും പറയാനില്ലട്ടാ, കിടുവായിട്ടുണ്ട്. കാരണം നമ്മളൊരു 100 എണ്ണം എടുക്കണ്ട, ഒരു 5 10 എണ്ണം എടുത്താൽ മതി. അതിന്റെ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാണ്ടല്ല 100-ന് മേലെ ഉണ്ടാ. സമ്മതിക്കണം. കാരണം പൃഥ്വിരാജ് എന്ന് പറഞ്ഞ മനുഷ്യന്റെ ശബ്ദവും അതുപോലെ തന്നെ ഫിഗറും ചെയ്യുന്ന ഒരുപാട് പേര് കോമഡി ഉത്സവത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും പെർഫെക്ഷനുള്ള ഒരു ശബ്ദം ഈ രണ്ടുപേരുടെയും, ഇന്ദ്രജിത്തിന്റെയും പൃഥ്വിരാജിന്റെയും, ഒരാളെ അനുകരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് കൺവേ ആവണമെന്നില്ല. പക്ഷെ അത് കറക്റ്റ് നമുക്ക് മനസ്സിലായിട്ടാ. എന്ത് വേരിയേഷൻ ആണെന്നല്ലേ രണ്ടും. എല്ലാം നന്നായിട്ടുണ്ട്, എല്ലാം നന്നായി. എനിക്ക് ബാലേന്ദ്രൻ സാറല്ലേ, അയ്യോ എന്റെ ഞാൻ ഇതുവരെ എടുത്ത് കേട്ടിട്ടില്ല കേട്ടാ. അത് പെർഫെക്ഷന്റെ അങ്ങേയറ്റമാണത്. ഞാൻ അടുത്തിരുന്ന് സംസാരിച്ചിട്ടുള്ളതാണ് ഷൂട്ടിങ്ങിന്. അപ്പൊ ഇതേപോലെ വോയിസാണ് പുള്ളിയും. പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടി കട്ടിയുള്ള ഇതേപോലെ വോയിസാണ് പുള്ളി സിനിമയിൽ വരുമ്പോൾ ഉള്ളത്. അതൊക്കെ ഭയങ്കര രസമാണ്. കാരണം നമ്മൾ ആദ്യമായിട്ട് കേൾക്കുമ്പോഴേ അത് ഭയങ്കര ഒരു അതിശയം തന്നെയാണ്. ഉഗ്രനായിട്ടുണ്ട്. മിഥുൻ അടിപൊളി, സൂപ്പർ. മിഥുന ഗംഭീരമായിരുന്നു മോനെ, അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് മിഥുൻ്റെ ഒരു പെർഫോമൻസ് കാണുന്നത്. ഗംഭീരമായിരുന്നു, എല്ലാ വോയിസുകളും പക്കയായിരുന്നു. അത് നമ്മുടെ ഇന്ദ്രനിൽ തുടങ്ങി അത് കഴിഞ്ഞ് വന്ന ഫഹദൊക്കെ എന്തൊരു കറക്റ്റ് ആയിരുന്നറിയോ. ഞാൻ ഞെട്ടിപ്പോയത് രാജുവിൻ്റെ വോയിസ് അടിപൊളിയാണ്. ആരും പറയാം, സാധാരണ എല്ലാവരും സിനിമാ ഡയലോഗ്സ് ആണ് പറയുന്നത്. ഇത് രാജു നമ്മൾ എന്താണ് നേരിട്ട് കാണുമ്പോൾ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിലൊക്കെ സംസാരിക്കുന്നു. പക്ക മോഡുലേഷനും കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. ഇമിറ്റേറ്റ് ചെയ്തെല്ലാം ഗംഭീരമായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ വേറൊരു പക്ക 100% എനിക്ക് തോന്നിയത് വിവേക് ഒബ്രോയ്, വിനീതേട്ടനാണ് അത് ഡബ് ചെയ്ത. വിനീതേട്ടനാണ് ഗംഭീരമായിരുന്നത്, അടിപൊളി. എന്തൊരു സോഫ്റ്റ് വോയിസ് ആണ് വിനീതേട്ടന്റെ. അത് അതേപോലെ തന്നെ മോഡുലേഷനും കാര്യങ്ങളെല്ലാം ഭംഗിയായിരുന്നു. പ്രൊനൗൺസിയേഷൻ ഒക്കെ കറക്റ്റ് ആയിരുന്നു. അപ്പൊ ഇനി ഇങ്ങനെ ഒരുപാട്
ഗ്യാപ്പുള്ളത് എടുക്കാതെ ഇടയ്ക്കൊക്കെ വരണം കേട്ടോ. മിഥുന്റെ സ്ഥലം എവിടെയാണ്? ഞാൻ പാലയാണ്, കോട്ടയം ജില്ലയിലെ പാലയാണ്. പാലയിൽ എവിടെയാണ്? പാല പ്രവിത്താനം. പ്രവിത്താനം. ഓക്കെ ഓക്കെ. ജോലി ചെയ്യുന്നത് കണ്ണൂര് പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ നേഴ്സായിട്ട്. അല്ലേ? ഓക്കെ ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഒരുപാട് സന്തോഷം ഇതിനെ. അപ്പം വീട്ടിൽ എല്ലാവരോടും അന്വേഷണം പറയണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളും ഐറ്റങ്ങളും ഒക്കെ ആയിട്ട് പറഞ്ഞു. താങ്ക് യു. ഞാനും ഫസ്റ്റ് ടൈമാണ് മിഥുൻ്റെ ഈ പ്രോഗ്രാം കാണുന്നത് കേട്ടോ. മിഥുന് പറഞ്ഞതിൽ ഏറ്റവും വ്യത്യസ്തമായെന്ന് പറയുന്നത് ആരുടെയും സിനിമയിലുള്ള ഡയലോഗുകളല്ല അവിടെ പറഞ്ഞത്. അത് അവർ പുറത്ത് സംസാരിക്കുന്ന ശൈലിയാണ് പിടിച്ചത്. അതിലാണ് കറക്റ്റ് അവരുടെ ക്യാച്ചിങ്. മറ്റത് സിനിമയിൽ വരുമ്പോൾ അവരെയും കൂടെ കണ്ടാണല്ലോ നമ്മൾ കേൾക്കുന്നത്. ഇതല്ലാതെ അവരെ കാണാതെ നമ്മൾ കേൾക്കുമ്പോൾ കറക്റ്റ് ഡിറ്റോ ആയിട്ടുള്ള വോയിസാണ് നമുക്ക് കിട്ടുന്നത്. ഗംഭീരമായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. വീണ്ടും വീണ്ടും പുതിയ 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 ഇതേപോലത്തെ കണ്ടന്റുകളായിട്ട് വീണ്ടും വരിക. താങ്ക് യു സോ മച്ച്. പോകുന്നതിന് മുമ്പ് രാജുവേട്ടന് ഒരു ഐറ്റം കൂടെ, ഒരു സ്പെഷ്യൽ ഐറ്റം. രാജുവേട്ടനോട് ഏറ്റവും കൂടുതൽ ബഹുമാനം തോന്നിയിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സമയബന്ധിതമായിട്ട് ചെയ്യുന്നു എന്നുള്ള, അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് പകർത്താൻ പറ്റുന്ന ഒരു കാര്യം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കഴിവുള്ളവർ നമ്മളാണെന്നോ ഏറ്റവും സ്കില്ലുള്ളവർ നമ്മളാണെന്നോ ഒരിക്കലും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. However talented you be, there will be somebody else who is more talented than us. But it's all about doing hard work. That's a genuine thing you have to follow. ഇതിനൊരു നല്ല കൈഡി. അപ്പോൾ ഇനി നേരത്തെ ഷാജൻ പറഞ്ഞ പോലെ ഒരുപാട് ഗ്യാപ്പ് എടുക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഫ്ലോറുകളിൽ സജീവമാണ്. ഉഷാറാവട്ടെ. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്കിനിയും കാണണം. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. പെൺകുട്ടികൾ, നമ്മുടെ പുലിക്കുട്ടികളുടെ ഒരു ടീം സെറ്റ് ആയിട്ടുണ്ട്. പുതിയ ടീമാ, പുതിയ ടീം, ഒരു പുതിയൊരു കോമ്പിനേഷൻ. സൂര്യശ്രീ ഉണ്ട്, ചിഞ്ചുറാണി ഉണ്ട്, കൂടെ നമ്മുടെ കുടുംബത്തിലേക്ക് പുതിയൊരാൾ ജാസ്മിൻ. അടിപൊളി. ഇതൊക്കെ വേടോടി, എനിക്ക് പേടിയാവുന്നു പെണ്ണേ. എന്തോത്തിനാടി നീ കിടന്ന് പേടിക്കുന്നത്? നമ്മൾ കറക്റ്റ് സ്ഥലത്താ വന്നേക്കുന്നേ. ഇത് ആരുടെ വീടാണെന്ന് വിചാരിച്ചാ നീ നിക്കണത്? പെണ്ണുങ്ങളുടെ മാത്രം കൊട്ടേഷൻ എടുക്കുന്ന ചിറ്റൂർ തങ്കിയുടെ വീടാ. പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലുണ്ടല്ലോ ചേച്ചി വെറുതെ ഇരിക്കത്തില്ല. അതുകൊണ്ട് മോള് പേടിക്കണ്ട കേട്ടോ, ഞാൻ എല്ലാം നോക്കിക്കോളാം. ചേച്ചി, തങ്കി ചേച്ചി. ആരാ? പറയടി, പേടിച്ചിരിക്കാതെ. ഗുണ്ടച്ചി. അല്ല, ആണുങ്ങളെ ഗുണ്ടേന്ന് വിളിക്കുമ്പോ പെണ്ണുങ്ങളെ ഗുണ്ടച്ചിന്നായിരിക്കുമല്ലോ വിളിക്കുന്നത്. എന്നെ അങ്ങനൊന്നും വിളിക്കണ്ട. ചിറ്റൂർ തങ്കി. തങ്കച്ചി. തങ്കച്ചി അല്ല, തങ്കച്ചി. നീ പറയടി. ചേച്ചി, ചേച്ചിക്ക് എന്നെ മനസ്സിലായോ? പിന്നെ മനസ്സിലായെന്ന്. അവിടെ കൂടെ വന്നതല്ലേ? അതല്ലേ ചേച്ചി, ഞാനേ ചേച്ചിക്ക് ഒരു 2-3 വർഷത്തിന് മുന്നേ ആയിട്ട് ഒരു കൊട്ടേഷൻ തന്നായിരുന്നു, ഓർക്കുന്നുണ്ടോ? എന്തിന്റെ കൊട്ടേഷൻ? ചേച്ചി ബസ്സിൽ ഒരുത്തേനെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്യത്തില്ലായിരുന്നോ? അവനെ ചേച്ചി ഇടിച്ച് സൂപ്പാക്കില്ലേ, ഓർക്കുന്നില്ലേ? എന്താ അവന്റെ ശല്യം പിന്നെ ഉണ്ടോ? അയ്യോ ഇല്ല ചേച്ചി, അങ്ങേരിപ്പന്റെ 2 മക്കളുടെ അച്ഛനാ. ഓഹോ, നീ അവനെയാണോ കല്യാണം കഴിച്ചേക്കുന്നത്? അതെന്താന്നറിയോ ചേച്ചി? ചേച്ചി അന്ന് വന്ന് അടിച്ചിട്ട് പോയില്ലേ, പാവം ചേച്ചി. എനിക്ക് ഒരുപാട് വിഷമായിരുന്നു. ആ സെന്റിമെന്റ് അങ്ങ് വർക്കൗട്ടായി. ആ വർക്കൗട്ടിൽ ഞങ്ങൾ ഒന്നായി. ഓഹോ, അപ്പൊ എന്റെ ഇടി കൊണ്ട് ഇങ്ങനെയും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ടല്ലേ? അല്ല, നിങ്ങളിപ്പോ എന്തിനാ വന്നത്? ചേച്ചി, ഞാനേ 4 വർഷമായിട്ട് ഒരുത്തരോട്ട് ആത്മാർത്ഥ പ്രണയത്തിലായിരുന്നു. എടി, ആത്മാർത്ഥത നമുക്കല്ല, അവർക്ക് നമ്മളോടാ വേണ്ടത്. അത് തന്നെ നീ ചെയ്ത തെറ്റാ. എന്താ കാര്യം എന്ന് പറ ചേച്ചി. അതെ, നിസ്സാരം ഒരു കോൾ വെയിറ്റിംഗിന്റെ പേരിൽ ചേച്ചി എന്റെ വീടിന്റെ അടുത്തുള്ള ജംഗ്ഷനിൽ വന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൻ എന്നെ അടിച്ചിട്ട് പോയി ചേച്ചി. നിസ്സാര കാര്യത്തിന് നിന്നെ അടിച്ചെന്നോ? രാവിലെ 7 മണിക്ക് എനിക്കൊരു കോള് വന്ന്, അതിങ്ങനെ നീണ്ടു ഒരു 8 മണി വരെ അതങ്ങനെ അങ്ങ് പോയി. അപ്പൊ ഞാനാണെങ്കിൽ ഒരു 3-4 മണിക്കൂർ ഇതിലേക്ക് അങ്ങ് സ്പെൻഡ് ചെയ്തില്ലേ. ആ ഒരു സമയത്ത് ഇവനെ വിളിക്കാനായിട്ട് ഞാൻ വിട്ടുപോയി ചേച്ചി. ഏതവനെ അടി ഈ 3-4 മണിക്കൂർ വിളിച്ചെന്ന് ഓർത്ത് ഒറ്റ അടിയായിരുന്നു അവൻ എന്നെ. എടി, അവൻ വിളിച്ചപ്പോ ഏതവനാന്നങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? അതേതവനാന്നറിയാനല്ലയോ ഞാൻ ഈ 4 മണിക്കൂർ ഇവനോട് സംസാരിച്ചോണ്ടിരുന്നത്. ഏതവനെന്നറിയാനാണ് 4 മണിക്കൂർ സംസാരിച്ചത്? ഈ ഏതവനാന്നറിയാൻ വേണ്ടിട്ടാ ഞാൻ അവനോട് ചോദിച്ചത്. അപ്പൊ അവൻ ഉടനെ എന്നോട് ചോദിക്കുവാ, ഹലോ, ഇതാരാ? ഈ ശബ്ദം കേട്ട് എന്തെങ്കിലും പരിചയമുണ്ടോ? നീ ഒന്ന് ഓർത്ത് നോക്കിക്കേ,
ഇങ്ങനെ പറഞ്ഞു 4 മണിക്കൂറും അവൻ ഇത് പറഞ്ഞോണ്ടിരുന്നു. ഇതാരാന്നറിയാൻ നമ്മൾ എങ്ങനെ ചേച്ചി കോൾ കട്ട് ചെയ്യുന്നേ? 4 വർഷം പ്രേമിച്ചവൻ കോൾ വെയിറ്റിംഗിൽ, അപ്പഴ ആരാന്ന് അറിയാൻ മേലാത്തവനുമായിട്ട് 4 മണിക്കൂറോളം കിന്നിരിക്കുന്നത്. എടി അവനെ എന്താ ചെയ്യണത് പറ ചേച്ചി. എന്നെ പബ്ലിക്കായിട്ട് അടിച്ചവനെ എന്തായാലും അവന്റെ കൈവെട്ടണം ചേച്ചി. ആഹാ, അത്രേ ഉള്ളൂ. എന്നാ അവന്റെ കാര്യം ഞാൻ ഏറ്റു. ഇപ്പൊ ഒന്നും ചെയ്യണ്ട ചേച്ചി, ഇപ്പൊ ഒന്നും ചെയ്യണ്ട ചേച്ചി. കയ്യിൽ വിടറി ചേച്ചി, ഇപ്പൊ ഒന്നും ചെയ്യണ്ട ചേച്ചി. ഇപ്പൊ ഒന്നും ചെയ്യണമെന്ന് എനിക്ക് ഉച്ചയ്ക്ക് വല്ല വെച്ചോണ്ടാക്കണ്ടേ? നീ ഇങ്ങോട്ടൊന്ന് മാറി ചേച്ചി. എന്താ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റണേ? എടി അവന്റെ പേര് പറ. അവന്റെ പേര് ഓമനക്കുട്ടൻ. ഓ, മേനക്കുട്ടൻ. അല്ല, അവൻ കാണാനൊക്കെ എങ്ങനെയാ? ഓഹ്, എന്റെ പൊന്ന് ചേച്ചി, ഒരു മെനയും ഇല്ലാത്തവനാ. പിന്നെ കുറെ പണമുണ്ട്, അതിന്റെ പുറകിലായിരുന്നു ഇവള്. വെറുതെ ചേച്ചി, ഞാൻ അവന് പണം കണ്ടിട്ടൊന്നും കൂടെ കൂടിയൊന്നുമല്ല. ആത്മാർത്ഥമായിട്ടാണ് ഞാൻ അവനെ സ്നേഹിച്ചത്. പക്ഷെ എന്നിട്ടും അവൻ 4 പേര് കൂടുന്നിടത്ത് വെച്ച് എന്നെ അടിച്ചു ചേച്ചി. നിന്റെ അമ്മോ, ഒരു മഹാ കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാ അവൻ മാത്രമേ ഉള്ളൂ. ചേച്ചിക്ക് അറിയാമോ, ഇവൾ എന്റെ കൂട്ടുകാരിയാണെന്ന് അറിഞ്ഞു വെച്ചിട്ട് അവൻ എന്നെ റൂട്ടിട്ട്. പെണ്ണുങ്ങളെ, ഒരു കാര്യം ചെയ്യ്, അവന്റെ നമ്പർ ഇങ്ങോട്ടാ. ഞാൻ 9664021213. തൊട്ടുരുമ്മിയിരിക്കാൻ കൊതിയായി, നിന്നെ കട്ടെടുത്തു പറക്കാൻ കൊതിയായി. ഹലോ ഹലോ, ഓമനക്കുട്ടനാണോ? വെറും ഓമനക്കുട്ടനല്ല, പൊന്നോമനക്കുട്ടൻ. ഇതാരാ? ഞാൻ തങ്കി. അയ്യോ, എവിടെയെങ്കിലും തങ്ങിയെങ്കിൽ ഒരു തോട്ടോട്ട് കുത്തിയിടാഞ്ഞെന്ത്? എടാ, ഞാൻ തങ്കി എന്ന് പറഞ്ഞത്. ഏത് തങ്കി? എടാ, ഞാൻ ചിറ്റൂർ തങ്കിയാണ്. വാവ്, നൈസ് നെയിം. താങ്ക് യു ചേച്ചി. ഞാനൊരു കാര്യം പറയട്ടെ. സത്യം പറഞ്ഞാല് ഈ വോയിസ് കേട്ടിട്ട് എന്റെ ഹൃദയത്തിൽ കൊണ്ടിറങ്ങിയത് പോലെ ഉണ്ട്. പാടുവോ? ഇല്ല. അങ്ങനെ പറയരുത്. ഇത്രയും നല്ല വോയിസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തിനാ പാടാതിരിക്കുന്നത്? അത് ദൈവത്തോട് ചെയ്യുന്ന ഒരു മഹാഭാവമല്ലേ. പാടണം കേട്ടോ. പാടാൻ പറ്റിയ വോയിസാ. പ്ലീസ് പാടുവോ? ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ചെറുതായിട്ട് ഞാനൊന്ന് പാടാം. കള്ളി 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 ഒളിച്ചു വെച്ചില്ലേ? എനിക്ക് അന്നേരം കത്തി. കാരണം ഈ ഇത്രയും സൗണ്ട് ഉണ്ടെങ്കിൽ പാടുമല്ലോ. ഒരു 2 വരി പാട്ട് എനിക്ക് വേണ്ടി പാടാവോ? ഒന്നാം വെട്ടും കൊണ്ടപ്പം ചെക്കന് കിണ്ടാണ്ടം, രണ്ടാം വെട്ടും കൊണ്ടപ്പം പെണ്ണിന് മിണ്ടാട്ടം. ഒന്നാം വട്ടം ഒന്നല്ലേ? കൊട്ടേഷൻ ടീം ആ വട്ടം വരത്തില്ല, വെട്ടേ വരത്തുള്ളൂ. അതേ, നല്ല ക്യൂട്ട് വോയിസ് ആണ് കേട്ടോ. നിന്റെ തങ്കിച്ചേച്ചി നിന്ന് ടങ് ക്ലീനർ പോലെ നിന്ന് വളയുന്നു. ഒടിയുന്നതിന് മുമ്പ് പോയി വിളിയടി. ചേച്ചി, ഇപ്പഴാരാ വന്നേ? പിന്നെ വിളിക്കാവേ. ചേച്ചി എന്തൊക്കെയാ ചേച്ചി അവനോട് ഈ സംസാരിക്കണേ? ഇവിടെ കാര്യം ക്ലിയർ ചെയ്യണ്ടേ? ഓ, അത് ഞാനങ്ങ് മറന്നുപോയി. എന്റെ ചേച്ചി, എനിക്ക് എന്തായാലും അവനൊരു കൊട്ടേഷൻ കൊടുത്തേ പറ്റത്തുള്ളൂ. നീ ഒരു കാര്യം ചെയ്യ്, അവന്റെ കൊട്ടേഷൻ തരാനുള്ള പൈസ തരാൻ നോക്ക്. പൈസ? എന്റെ പൈസ ഇല്ലടി, നിന്റെ എന്തെങ്കിലും ഉണ്ടോടി? എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട് അവന്റെ നമ്പറിൽ നിന്ന്. തങ്കു, ഞാൻ ജൂനിയർ ചിത്ര എന്ന് പറഞ്ഞ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ വാട്സപ്പ് നമ്പറാണ്. ഞാൻ മെസ്സേജ് ചെയ്തേക്കാം. ഞാനൊരു ബുദ്ധിമുട്ടാവില്ല കേട്ടോ. എന്തുവാടി? എടി, പിന്നെ കൊട്ടേഷനുള്ള പൈസ നീ തരാൻ നോക്കൂ. എത്ര രൂപയാവും ചേച്ചി? ഏകദേശം ഒരു 5000 രൂപയാവും. ഇവിടെ നിന്റെ വല്ലതും ഉണ്ടോ? എന്റെ ഒന്നുമില്ല. നിന്റെ എന്തെങ്കിലും ഉണ്ടോ? എന്റെ കയ്യിൽ ഇല്ല. ആകെ 10,000 രൂപ എന്റെ ഉള്ളൂ. ഈ ലോകത്ത് ഞാൻ കാശ് ചോദിച്ചാൽ എനിക്ക് കടമായിട്ട് തരുന്ന ഒരൊറ്റ ഒരുത്തനേ ഉള്ളൂ. അതാര്? അതാണ് ഈ ഓമനക്കുട്ടൻ. എന്നാ ഓമനക്കുട്ടനെ വിളിക്കട്ടെ? പറ്റും. തൊട്ടുരുമ്മിയിരിക്കാൻ കൊതിയായി, നിന്നെ കട്ടെടുത്തു പറക്കാൻ കൊതിയായി. പൊന്നൂസേ, പറയടാ. പിണക്കമൊക്കെ മാറിയോ? എത്രയൊന്നും വെച്ചിട്ടാ നമ്മളിങ്ങനെ പിണങ്ങിയിരിക്കുന്നത്? എനിക്ക് നിന്നോട് മിണ്ടാതിരിക്കാൻ പറ്റൂല. എനിക്ക് ഇനി ഞാൻ പബ്ലിക്കായിട്ട് വന്ന് ചെവിക്കുള്ളിൽ അടിക്കത്തില്ല കേട്ടോ. അയ്യോ, അടിക്കല്ലേ. അതെ, ഇപ്പൊ ഇത്രയും കാലം നമ്മൾ പിണങ്ങി ഇരുന്നോണ്ട് മാത്രം ഞാൻ നിന്നെ ഒന്ന് വിളിച്ചതാണേ. ഞാനാണെങ്കിൽ എന്റെ ഒരു കൂട്ടുകാരിയെ വിളിച്ചിട്ട് നിന്നെ ഞാൻ തിരിച്ചു വിളിക്കാം. എന്തിനാ ഇപ്പൊ കൂട്ടുകാരിയെ വിളിക്കുന്നേ? അല്ലടാ, എനിക്കാണെങ്കിൽ ഒരു 5000 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ ഇത്രയും കാലം പിണങ്ങി ഇരുന്നിട്ടൊക്കെ നിന്നോട് അത് ചോദിക്കുന്ന മോശമല്ലേടാ? അതുകൊണ്ട് അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരിയോട് ചോദിക്കാമോ? അയ്യോ, തല ആരെ മുമ്പിലും താഴാൻ പാടില്ല. വേണ്ട വേണ്ട, ഞാൻ ഇട്ട് തരാം. ആരെ കയ്യിലും താഴണ്ട. നീ ഇട്ട് തരുവോ? അതിനെന്താ, ഞാൻ ഇട്ട് തരാം. ഇപ്പൊ വന്നിട്ടുണ്ട് അതിനകത്ത്. 5000 വന്നടി. പൊളിച്ചടി ചേച്ചി. ദാ പിടിച്ചോ 5000. പൈസ വന്നിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യ്, നീ അവനെ വിളിച്ചിട്ട് അവന്റെ ലൊക്കേഷൻ ഇട്ട് തരാൻ പറ. ചേച്ചി, ഞാനിപ്പോ അവനെ വിളിച്ചിട്ട് അത് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എന്റെ മേലെ ഡൗട്ട് അടിക്കത്തില്ല. എനിക്ക് പറ്റത്തില്ല. എന്നൊരു കാര്യം ചെയ്യ്, ഇവളെയും കൂടെ വിളിപ്പിക്കുക. അയ്യടാ, എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ അന്തസ്സായിട്ട് ജീവിക്കുന്ന കുടുംബത്തിലെയാ. 2 പേർക്കും പറ്റിയാൽ ഇപ്പൊ ഞാൻ തന്നെ വിളിക്കാം. തൊട്ടുരുമ്മിയിരിക്കാൻ കൊതിയായി, നിന്നെ കട്ടെടുത്തു. തങ്കു, എനിക്കറിയാം എന്റെ ശബ്ദം കേൾക്കാതിരിക്കാൻ പറ്റൂലെന്ന്. എനിക്കറിയായിരുന്നു വിളിക്കൂന്ന്. നീ ഇപ്പൊ എവിടെയാ ഉള്ളത്? തങ്കു ഇപ്പൊ എന്താ ഡ്രസ് ഇട്ടേക്കണേ? ഞാൻ കൈലിമുണ്ടും ഷർട്ടും.
ഓഹോ, അപ്പൊ തൊഴിലുറപ്പിനിരിക്കുകയാണല്ലേ? അയ്യോ അതല്ലടാ, ഞാൻ സ്ഥിരം ഇടുന്ന കോസ്റ്റ്യൂം അതാ. നീ ഇപ്പൊ എവിടാ നിക്കുന്നെന്ന് പറയാൻ നോക്ക്. അത് പറയാ, എന്നെ കാണാനാണോ? പിന്നെ അല്ലാതെ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, എന്നെ കാണുന്നതിന് മുമ്പ് തങ്കുവിന്റെ വാട്സപ്പിൽ ഞാൻ 3-4 ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഓഹോ, അതൊന്ന് നോക്കുവോ? അല്ല ഫോട്ടോയ്ക്കകത്ത് എന്തുവാ? ഞാനൊരു 3-5 നെക്ലസിന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഒന്ന് നോക്കൂ. ഇഷ്ടപ്പെട്ടത് തങ്കു സെലക്ട് ചെയ്യണേ. ഓ ശരി. ഓക്കെ ഓക്കെ. എടി നീ അവൻ എനിക്ക് കുറെ ഫോട്ടോസ് അയച്ചു തന്നേക്കുന്നു. നെക്ലസിന്റെ കുറെ ഫോട്ടോസ്. ആ ഇനി ഒരുത്തനെങ്കിലും അവനെ തൊട്ട് കഴിഞ്ഞാ ആ തൊടുന്നവന്റെ കൈ ഞാൻ വെട്ടും. അല്ല ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നിങ്ങൾ തമ്മിൽ അങ്ങ് സെറ്റ് ആയോ? പിന്നെ അല്ലാതെ. എടി പൊന്മുട്ടോട് ഇരുന്ന താറാവിനെ ആരെങ്കിലും കൊല്ലുവോ? ഇനി അങ്ങോട്ട് അവനെയും കൊണ്ട് ഞാൻ മുട്ട ഇടിച്ച് നടത്തും. അവസാനം മുട്ട ഇടാതെ വരുമ്പോഴേ അവനെ കഴുത്ത് ഞെരിച്ച് കൊന്ന് ഞാൻ കറി വെച്ച് തിന്നും. അപ്പൊ എന്റെ കാര്യമോ? ഇതാടി പറയുന്നത്, ഒരിടത്ത് ചീഞ്ഞാലേ മറ്റൊരിടത്ത് വളാവുള്ളൂ. നല്ലൊരു ഉഷാർ കഴിഞ്ഞു വരട്ടെ. ജാസ്മിൻ നമ്മുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. അതെ ഷാജൻ ചേട്ടാ, കുഴപ്പമില്ലായിരുന്നു. നിങ്ങൾ 3 പേരും ഒരു പുതിയ ടീമാണ്. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ 3 പേരും നന്നായിട്ട് പെർഫോം ചെയ്തു കേട്ടോ. ജാസ്മിൻ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ അല്ലേ? അതെ, ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ ജീവ പറഞ്ഞ പോലെ നമ്മുടെ ഈ കുടുംബത്തിലേക്ക് സ്വാഗതം. ജാസ്മിൻ എവിടെയാണ് സ്ഥലം? എവിടെയാണ്? എന്റെ സ്ഥലം ട്രിവാൻഡ്രം കഴക്കൂട്ടം. ട്രിവാൻഡ്രത്താണ് അല്ലേ? ഇതുപോലെ ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, വളരെ സന്തോഷം. ജാസ്മിൻ അതിൻ്റെതായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. യാതൊരു ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് ഇവർ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്തു. താങ്ക് യു ഏട്ടാ. സൂര്യശ്രീ ആസ് യൂഷ്വൽ, സൂര്യശ്രീയുടെ കാര്യങ്ങളെല്ലാം സൂര്യശ്രീയും ഭംഗിയായിട്ട് ചെയ്തു. ചിഞ്ചുറാണി, എന്താണ് ഒരു ടെൻഷനൊന്നും നമ്മളിൽ നിന്ന് അങ്ങോട്ട് വിട്ടു മാറുന്നില്ലല്ലോ? എന്ത് പറ്റി? പ്രാക്ടീസ് കുറവുണ്ടായിരുന്നോ അതോ? നമ്മളെ സംബന്ധിച്ചൊരു എന്താണ് ഒരു അഭിമാനകരമായ ഒരു കാര്യമാണ്. നിങ്ങളൊരു ലേഡീസിൻ്റെ ഒരു ടീം വരുന്നു, അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു എന്ന് പറയുന്നത് നല്ല നമ്മളെ സംബന്ധിച്ചൊരു വലിയ ഒരു അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ കുറവുകളുണ്ട്. അത് റിഹേഴ്സലിൻ്റെയൊക്കെയാണ്. അത് നമ്മുടെ ഗ്രൂമേഴ്സുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഇനി കൂടുതൽ ബെറ്ററാക്കി കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ 3 പേരും നന്നായിരുന്നു. നെക്സ്റ്റ് ടൈം വരുമ്പോൾ കുറച്ചുകൂടെ പൊട്ടിച്ചിരികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സബ്ജക്റ്റ് കൊള്ളാം കേട്ടോ. പിന്നെ അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾ 3 പേരും ചെയ്തു. കുറച്ചുകൂടെ തമാശയുണ്ടെങ്കിലും കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു ഗുമ്മായിട്ട് നിന്നേനെ. ഈ എന്നെ ഫോൺ ചെയ്ത് മറ്റേ നമ്മുടെ ശശാങ്കനല്ലേ, തങ്കിയെ ഫോൺ ചെയ്ത് അതെ അതെ, വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. മനസ്സിലായി, വളരെ തന്മയത്വമായിട്ടുള്ള സംസാരവും കാര്യങ്ങളും ഒക്കെ ശശാങ്കനല്ലാതെ വേറെ ആർക്കും അത് ചെയ്യാൻ പറ്റില്ല എന്ന് തെളിയിച്ചു. സ്ക്രിപ്റ്റ് പോലും ഇല്ലെന്നാ കേട്ടോ. സ്ക്രിപ്റ്റ് പോലും കാണാതെ പറയായിരുന്നു. പലരെയും വെച്ച് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് ആയില്ല. ഇല്ല കിട്ടുന്നില്ല സാധനം. അവൻ വരേണ്ടി വന്നു. എന്തായാലും ആ ഒരു ചെറിയ കുറവുകളൊക്കെ ഉള്ളൂ. അതിപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെയൊക്കെ ആക്റ്റീവായി നല്ലൊരു സബ്ജക്റ്റ് ഒക്കെ തിരഞ്ഞെടുത്ത് നല്ലപോലെ റിഹേഴ്സൽ ചെയ്ത് വീണ്ടും വരിക. ഓക്കെ, താങ്ക് യു ചേട്ടാ. നന്നായിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതിനകത്ത് കുറച്ച് തമാശകളുടെ കുറവുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ പെർഫോമൻസ് ബേസ് നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു. കാരണം നിങ്ങൾക്ക് നല്ല കണ്ടൻറ്റും നല്ല കോമഡിയുമുള്ള ഒരു സബ്ജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുഷ്പം പോലെ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ജാസ്മിൻ വന്നപ്പോൾ തന്നെ നമുക്ക് ആണുങ്ങളൊക്കെ തന്നെ വന്നാലും ചെറിയൊരു ഭയം ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ പെണ്ണുങ്ങൾ ഞങ്ങളിവിടെ നോക്കിയപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപരിച്ചില്ല. അപ്പോൾ പേര് നോക്കി കഴിയുമ്പോൾ ജാസ്മിൻ എന്നാണ് നേരത്തെ ഒന്നും കണ്ടിട്ടുമില്ല. അപ്പോൾ ഞങ്ങൾ കരുതിയത് ഒരു ചെറിയൊരു എന്താ ഒരു അന്താളിപ്പ് ഞാൻ അവിടെ അത് അവിടെ നിന്ന് പറയുകയും ചെയ്ത് ഇങ്ങനെയാണ് കാണിക്കേണ്ടതെന്ന്. പക്ഷെ നിങ്ങൾ ജാസ്മിൻ നിങ്ങൾ സ്റ്റേജിൽ തട്ടിൽ കയറി കഴിഞ്ഞപ്പോൾ മട്ട് മാറി കേട്ടോ നിങ്ങളുടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സ്കിറ്റിൽ നിങ്ങൾക്ക് കോമഡികൾ കുറവായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് പറയാഞ്ഞിട്ടല്ല, അതിനകത്ത് കോമഡികൾ ഉണ്ടായിരുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ വിട്ടാക്ക് ഇനി അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, അടിച്ചു പൊളിക്കാം നമുക്ക്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ഷാജു ചേട്ടാ, നമുക്ക് എത്ര കൊടുക്കാം? ഞാൻ ഇവർക്കൊരു 5000 രൂപ കൊടുക്കും. 5000 രൂപ. ബിജുഗോൾ ചേട്ടാ? ഞാനും 5000 രൂപ കൊടുക്കാം. എക്സ്ട്രാ ഒരു 500 രൂപ മേടിച്ചിട്ട് 10000 രൂപ ആയിട്ടുണ്ട്. ബാക്കി ടോട്ടൽ എമൗണ്ട് 20000 രൂപ. പയ്യെ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം അല്ലേ? ഐശ്വര്യമായിട്ട് വാങ്ങിച്ചു. ജാസ്മിന്റെ ഫസ്റ്റ് പ്രൈസ് അല്ലേ ഇവിടുത്തെ? ഓമനക്കുട്ടന് സുഖമാണെന്ന് ഞങ്ങൾ അന്വേഷിച്ചു പറയണം കേട്ടോ. ജാസ്മിൻ വെൽക്കം. പോട്ടെ കുട്ടികളെ, നമ്മുടെ ഇന്നത്തെ സമയം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ എപ്പിസോഡിലും ചോദിക്കുന്ന പതിവ് ചോദ്യം ഞാൻ ഇപ്പോഴും ചോദിക്കാൻ പോന്നെ, മനസ്സ് നിറഞ്ഞ് വയറ് നിറഞ്ഞ് ചിരിച്ചായിരുന്നോ? എൻജോയ് ചെയ്തല്ലോ? സമാധാനപരമായിട്ട് കിടന്നുറങ്ങുക. നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഇതിൽ കൂടുതൽ ചിരികളുമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ. ഒരു സ്പെഷ്യൽ നന്ദിയും കയ്യടിയും നമ്മുടെ വക കോട്ടയം മയമനത്തു നിന്നുള്ള ആശാവർക്ക് ചേച്ചിമാർക്കും കുടുംബശ്രീ ചേച്ചിമാർക്കുമാണ്. ചേച്ചിമാരെ കൊണ്ടുവന്ന 2 ചേട്ടന്മാർക്കും കുഞ്ഞു മക്കൾക്കും എല്ലാവർക്കും ഇരിക്കട്ടെ.
അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.